ഞാനൊരു 3ാം ക്ലാസ് വരെ പഠിച്ച സമയത്ത് അച്ഛൻ്റെ അടുത്തും അച്ഛൻ്റെ അമ്മയുടെ അടുത്തുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്നെയും കൂടെ കരയിപ്പിക്കാൻ. സോറി. ഇറ്റ്സ് ഓക്കെ. കൂളായിട്ട് സംസാരിക്കാം. അതുകൊണ്ട് ഞാൻ അതിനുശേഷം നിർത്തി ആരോടും ചോദിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. ആ ഒരു സംഭവമേ നിർത്തി. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. എനിക്ക് കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള പോലെ അങ്ങനെ എന്നെ ആ ബസ്സിലിട്ടിട്ട് 2 പേരെന്നെ ഇത്രയും ആൾക്കാരുണ്ടായിരുന്ന ബസ്സിലിട്ടിട്ട് എൻ്റെ ദേഹത്തൊക്കെ അവർ കയറി പിടിക്കുകയും എൻ്റെ ഡ്രസ്സ് അഴിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ഡ്രസ്സ് മാറാറുണ്ട്. അപ്പോൾ എന്തായാലും അമ്മയ്ക്കറിയാം ഞാൻ അത്രയും ഇത് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് അത്രയും സർജറി ചെയ്തു. ഞാൻ എൻ്റെ ശരീരവും മനസ്സും ഒക്കെ ഒരു പെണ്ണായിട്ട് സ്ത്രീയായിട്ട് പാകപ്പെട്ട് കഴിഞ്ഞു. ചൈൽഡ് അബ്യൂസ് നേരിടേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് പുള്ളിക്കാരൻ വിവാഹിതനാണെന്ന് അറിയുന്നത്. അപ്പോൾ ഞാൻ വളരെ കുഞ്ഞ് ഏജാണ്, ഒരു 18-19 വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒന്നും നമുക്ക് നല്ലതേതാ ചീത്തയേതാ ഒന്നൊന്നും അറിയില്ല. വളരെ പെയിൻഫുൾ ആയിട്ടാണ് നമ്മൾ രണ്ടാളും അത് മ്യൂച്വലായിട്ടാണ് അത് വേണ്ടാന്ന് തീരുമാനിച്ചത്. കല്യാണം എന്നുള്ളത് നമ്മുടെ രണ്ടാളുടെ സ്വപ്നമാണ്, എൻ്റെയും പുള്ളിയുടെയും സ്വപ്നമാണ്. പുള്ളിയുടെ പാരൻസും എൻ്റെ പാരൻസും ഒക്കെ നിന്നിട്ട് എന്നെ സ്നേഹിക്കുന്നവരും പുള്ളിയെ സ്നേഹിക്കുന്നവരും ഞങ്ങളുടെ ഈ ബന്ധം അംഗീകരിക്കുന്നവരും എല്ലാവരെയും ചേർത്ത് വെച്ചുള്ള ഞങ്ങളുടെ കല്യാണം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. സീമ വിനീതാണ് നമുക്കൊപ്പോൾ. ഹായ് സീമ. ഹായ് ഏട്ടാ. ശരിക്കും അടുത്ത ജന്മത്തിലും ട്രാൻസ് വുമണായി ജനിക്കണമെന്നാണ് സീമ പറയുന്നത്. അതൊരു പക്ഷേ ഇന്നത്തെ ഒരു പൊസിഷൻ നല്ലതാണ്, എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്ന, കമ്മ്യൂണിറ്റിയെ മാത്രമല്ല ടോട്ടൽ മനുഷ്യരെ തന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് വന്നു. അതിൻ്റെ ഒരു പ്രിവിലേജും കൂടെ അതിനകത്ത് ഉണ്ടാവാം, ആ സന്തോഷവും അതിനകത്ത് ഉണ്ടാവാം. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള പല ആൾക്കാരും ഞാൻ എൻ്റെ അഭിപ്രായം പറയുമ്പോൾ പലവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, സീമയ്ക്ക് പ്രിവിലേജ് ഉള്ളത് കൊണ്ടാണ് സീമ സംസാരിക്കുന്നതെന്ന്. അംഗീകാരം ഭയങ്കര ഓവറായിട്ട് കിട്ടുന്നുണ്ട് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ആ ഒരു പ്രിവിലേജിലേക്ക് എത്താനായിട്ട് നല്ല പോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പോരാടിയാണ് അങ്ങനെ ഒരു പ്രിവിലേജ് അവർ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. മേക്കപ്പിന് അപ്പുറത്തേക്ക് വീഡിയോസ് ഇൻസ്റ്റയിൽ ചെയ്യുമ്പോൾ കുക്കിങ്ങിന്റെ വീഡിയോസിന് ഒരുപാട് തരത്തിലുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അതും പറയുന്ന സമയത്ത് നമ്മൾ ലാലേട്ടനൊക്കെ പഴങ്കഞ്ഞി കുടിക്കും പോലെ അതേ സ്റ്റൈലിൽ തൈരൊക്കെ ഒഴിച്ച് അതിനകത്ത് കുറച്ച് ചെറുള്ളി ഇട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റൈല്, അത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു വായിൽ വെള്ളം വരുന്നുണ്ട്. ആ സ്റ്റൈല് മാത്രമല്ല, ആ കുക്കിങ്ങിനൊരു എക്സ്പീരിയൻസ് വേണം, അതുകൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. പക്ഷെ എങ്കിലും സീമ പറയുമ്പോൾ ആൾക്കാർ കൂടുതൽ പേര് കാണുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല, എനിക്ക് കുക്കിംഗ് എൻ്റെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് കുക്കിംഗ് ഭയങ്കര അധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാനത് അന്നോട്ട് വളരെയധികം ആസ്വദിച്ച് ചെയ്യുന്നതുമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ സത്വം തിരിച്ചറിഞ്ഞത് എനിക്കൊരു 5th സ്റ്റാൻഡേർഡോ ഒക്കെ പഠിക്കുന്ന സമയത്താണ്. പക്ഷെ ഞാൻ 7th സ്റ്റാൻഡേർഡ് തൊട്ടാണ് കുക്ക് ചെയ്ത് തുടങ്ങി. കാരണം ഞാൻ 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആവുന്നത്. ആ സമയത്ത് ഒരു 2 വർഷക്കാലം വീട്ടിലെ അച്ഛനും അനിയനെയും ഒക്കെ കുക്ക് ചെയ്ത് കൊടുത്ത ഞാനാണ്. അച്ഛനോട് നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ കൂടി നമ്മൾ പറയുമല്ലോ, ഇങ്ങനെ അച്ഛനിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അമ്മ തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് നിന്നാലേ. പക്ഷെ ഞങ്ങൾക്ക് അമ്മയോടൊപ്പം പോകാനായിരുന്നു ആഗ്രഹം. കാരണം എൻ്റെ അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന കണ്ട് വന്ന ഒരാളുകൊണ്ടും അച്ഛൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടും അമ്മയോടൊപ്പം പോകാനാണ് ആഗ്രഹം. പക്ഷേ ഇവർ ഒരുമിച്ച് ഇരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം അച്ഛനും അമ്മയും ഒരുമിച്ചിരിക്കുന്നതോടെ ഭംഗി എത്ര അവരെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും മക്കൾക്ക് ഇഷ്ടം അവർ രണ്ടാളും ഒരുമിച്ചിരിക്കണമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞ് പേടിപ്പെടുത്തിയോണ്ടും അച്ഛനോടൊപ്പം നിന്നതാണ്. ആ ഒരു സമയത്താണ് ഞാൻ കുക്കിങ്ങിലായിട്ട് പോകുന്നത്. അനിയൻ ഇപ്പോഴും പറയും, അമ്മയടുത്താണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടാളുമെങ്കിലും അമ്മ എന്തെങ്കിലും പറയുന്ന സമയത്ത് അനിയൻ പറയാറുണ്ട്, നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് കുക്ക് ചെയ്തത് ചേച്ചിയാണെന്ന്. ഭയങ്കര അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നെ ആദ്യം ഇങ്ങനെ ചേച്ചി എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്തതും അവനാണ്. അത് നല്ലൊരു കാര്യമാണ്. വീട്ടിനകത്ത് നിന്ന് തന്നെ സപ്പോർട്ട് കിട്ടുന്നത് ഭയങ്കര ഒരു ഭാഗ്യവും കൂടിയാണ്. ഓരോ പ്രാവശ്യം ഒരുങ്ങുന്നതും അതേപോലെ ഓരോ പ്രാവശ്യം ഒരുക്കുന്നതും ആസ്വദിക്കണം, അത് പുതുതായിട്ട് തന്നെ ആസ്വദിക്കണം. അതെ,
എങ്കിലേ നമുക്ക് ഇത്രയും ഹർഷം കിട്ടുള്ളൂ. അത് ഓരോ പ്രാവശ്യം എങ്ങനെയാണ് മനസ്സിൽ ഒരുക്കി കഴിയുമ്പോഴോ ഇല്ലെങ്കിൽ ആ സ്റ്റേജിലൂടെ പോകുമ്പോൾ എപ്പോഴാണ് ആ ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത്? ഞാനൊരു പുതുമ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു ഡ്രസ്സ് ഇടുമ്പോഴും ഞാനൊരു സാരിയൊക്കെ ഉടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറേ കാലം കഴിഞ്ഞിട്ട് എനിക്കത് ഉടുക്കണമെന്നൊരു ആഗ്രഹം തോന്നുമ്പോഴാണ് വീണ്ടും ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് ഉടുക്കാറുള്ളത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആ സാരി ഉടുത്താൽ കൊള്ളാം, അത് ഞാനിങ്ങനെ ഒരുപാടുള്ളതുകൊണ്ടോ, കാരണം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2 യൂണിഫോം ആണ് ഉണ്ടാവാറ്. ഒന്ന് കഴുകി മഴക്കാലമാണെങ്കിൽ മറ്റത് ഉണങ്ങില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരാളാണ്. ഒരുപാട് മറ്റുള്ള ആൾക്കാർ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്ന കണ്ടും ഒക്കെ വളർന്നിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഞാനിപ്പം ഒരു 15 വർഷമായ ഡ്രസ്സും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരും പറയും എന്തിനാ നീ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത്? പക്ഷേ ഞാനത് കണ്ടിട്ടുണ്ട്. എൻ്റെ കൈകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ട് അവർ 2 ദിവസം ഉപയോഗിക്കും, പിന്നെ അതിനെ ഞാൻ നോക്കുമ്പോൾ തറ ചവിട്ടി ഇട്ടേക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സാരി വെട്ടി ചുരിദാറാക്കുന്നു. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പെയിൻഫുള്ളാണ്. കാരണം ഞാൻ അത്ര നീറ്റായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു സാധനം, ഓക്കെ അവർ യൂസ് ചെയ്യണമെങ്കിൽ ചേട്ടാ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സാധനം നശിപ്പിച്ച് കാണുമ്പോൾ എനിക്കൊരു സാധനവും നശിപ്പിക്കുന്ന ഇഷ്ടമല്ല. എന്ത് സാധനം കിട്ടിയാലും അത് പുതുമയോടുകൂടി, അത് ഭക്ഷണമാണെങ്കിലും, ഭക്ഷണത്തിനൊക്കെ ഒരു കാലഘട്ടത്തിൽ ബന്ധുക്കാരെ വീട്ടിലൊക്കെ എന്തെങ്കിലും കിട്ടുമായിരിക്കും, അവരെന്തെങ്കിലും ഫുഡ് കഴിക്കാൻ എടുക്കുമ്പം നമുക്കും കിട്ടുമായിരിക്കും എന്നൊക്കെ ചിലവഴിച്ച സമയങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ വില തികച്ചു മനസ്സിലാക്കിയതാണ്. എപ്പോഴും എൻ്റെ ഡയറ്റ് ബ്രേക്ക് ആവുന്നു അങ്ങനെയാണ്. ഭക്ഷണം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത് കഴിക്കും. ഭക്ഷണം എടുത്ത് കളയുന്നതിൻ്റെ വില അറിയുന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഒരു ഭക്ഷണമായാലും വസ്ത്രമായാലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണെങ്കിലും അതിൻ്റെ ഒരു ആസ്വാദനം, അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ. നമുക്കൊരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ആസ്വാദനം നഷ്ടപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു മനുഷ്യനല്ലാതായി പോവോ എന്നെനിക്കൊരു ഇത്. അപ്പോൾ ഞാൻ എന്തും ആസ്വദിക്കാറുണ്ട്, അതൊരു സിനിമയാണെങ്കിൽ കൂടി എന്ത് കാര്യങ്ങളാണെങ്കിലും. ഈ വിനീതിൽ നിന്ന് സീമയിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് ഇപ്പോഴും പെയിൻഫുൾ ആയിട്ടുള്ള, പലർക്കും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം ആക്സെപ്റ്റൻസ് വളരെ കുറവാണ്. സ്വന്തം ഫാമിലിയിൽ നിന്ന് ആക്സെപ്റ്റൻസ് തുടങ്ങലാണ് ഇതിൻ്റെയൊക്കെ ഒരു വഴി എന്ന് പറയുന്നത്. പക്ഷെ അത്രയ്ക്കുള്ളൊരു ബോധം നമുക്കില്ല. ആ ബോധ്യം വരുത്താൻ നമ്മൾ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. കമ്മ്യൂണിറ്റി ആയിട്ട് നിൽക്കുമ്പോഴും പലയിടങ്ങളിലും അങ്ങനെയല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. അവരവർ തന്നെ ഉയർന്നു വരേണ്ടത്. ഇപ്പോൾ സീമയൊക്കെ സ്വന്തമായിട്ട് ഉയർന്നു വന്നതിന് ശേഷം കുറച്ചുപേരെയൊക്കെ സഹായിക്കാൻ കഴിയുന്ന ഒരു ലെവലിലേക്ക് എത്തിയതാണ്. ഇനിയും അത്തരത്തിൽ ഒരുപാട് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഈ ഐഡൻറ്റിറ്റി ഒരു ക്രൈസിസ് ആണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോഴും സൊസൈറ്റിയിൽ ഇത് എങ്ങനെയാണ് നമുക്കത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ സൊസൈറ്റിക്ക്. അത് നമ്മൾ തന്നെ അത് ഇനിഷ്യേറ്റീവ് എടുത്തത് ക്ലിയർ ചെയ്യേണ്ടി വരുന്ന ഒരു ഭയങ്കര ഒരു സ്ട്രെയിനുള്ളൊരു പരിപാടിയാണ്. അതെങ്ങനെയാണ് നേരിട്ടത്? ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ കുറേ ഇങ്ങനെ റെഫർ ചെയ്തിട്ടുണ്ട്. എന്താണ് ട്രാൻസ് വുമൺ, എന്താണ് ട്രാൻസ്മെൻ, അതുപോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ ഏതൊക്കെ കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, അവരുടെ മാനസികാവസ്ഥ എന്താണ്, ഞാൻ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുൻപേ തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ സർജറി ചെയ്യാതിരിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡറിന് ഉള്ള മനസ്സോ അല്ലെങ്കിൽ നമുക്കുള്ളൊരു സ്ട്രെങ്തോ ഒന്നും സർജറി ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഒന്നും തോന്നിയില്ല. നമ്മൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും പാകപ്പെടുത്തി എടുക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ ആയിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള കാഴ്ചപ്പാടും നമ്മൾ മുന്നോട്ട് പോകുന്ന രീതി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സത്വം തിരിച്ചറിഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ നാട് വിട്ട് ഓടാനോ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കാണുന്നല്ലോ കൂട്ടം ചേർന്ന് നമ്മുടെ ഒരു പറ്റം ആളുകൾ താമസിക്കുന്നിടത്ത് കൂട്ടം കൂടി താമസിക്കാനോ അതിനൊന്നും ഞാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരാളെ അല്ല. ശരിക്കും ഞാൻ എന്താണോ അതുപോലെ എൻ്റെ നാട്ടിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ജോലി ചെയ്ത് അത് നല്ല അന്തസ്സോടുകൂടി ജീവിക്കണം എന്നാണ് എന്നെക്കൊണ്ട് സാധ്യമാവുന്നത്. ആ സമയത്ത് സർജറി ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്താഗതിയോടെ വളർന്നു വന്ന ഒരാളാണ്. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിങ്ങനെ കെട്ടിപ്പടുത്താണ് ഞാനൊരു ആ ഒരു സ്റ്റേജിലെത്തിയപ്പോഴാണ് ഓക്കെ ഇതാണ് എൻ്റെ ടൈം, ഈ ഒരു സമയമാണ് ഞാൻ സർജറി ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് സർജറി ചെയ്താൽ എനിക്ക് സെറ്റിലാവാൻ കഴിയും, എനിക്ക് ഓക്കെ ആണ്, ഈ സമയവും സന്ദർഭവും ഓക്കെ ആണ് എന്ന് തോന്നിയ സമയത്താണ് ഞാൻ ആ ഒരു പ്രൊസീജിയറിലേക്ക് പോയതും. എനിക്ക് സപ്പോർട്ട് ചെയ്യാനൊക്കെ ആരെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ എനിക്കൊരു ഒരിക്കലും ഒരു വാടക വീട്ടിൽ കിടന്നിട്ട് സർജറി ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കറിയാം വാടക വീട്ടിലൊക്കെ താമസിക്കുന്ന ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നതും ഒരു വീട് കിട്ടാതാവുന്നതും ഒരു ട്രാൻസ് ആണെന്ന് കരുതുമ്പം 5000 രൂപ വാടക വാങ്ങുന്നിടത്ത് 10000 രൂപ വാങ്ങുന്നതും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. 9 വർഷം ഞാനും വാടക വീട്ടിൽ 2-3 വീടുകളായിട്ട് മാറി മാറി താമസിച്ചിട്ടാണ് സ്വന്തമായിട്ടൊരു വീട് സ്വന്തമാക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ഈ ഒരു സാഹചര്യം എനിക്ക് വീട് സ്വന്തമായി കൃത്യം 6 മാസമായപ്പോൾ ഞാൻ സർജറി ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ
എവിടെയാണെങ്കിലും ആരും ഇറങ്ങി പോവാൻ പറയരുത്. എനിക്ക് സ്വതന്ത്രമായിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ എന്താണോ അങ്ങനെ എനിക്ക് ജീവിക്കാൻ സാധിക്കണം, സാധ്യമാകണം എന്നുള്ളൊരു സ്റ്റേജിലാണ് ഞാൻ അങ്ങനെ സർജറിയിലേക്ക് പോയതും ഒക്കെ. ഈ കമ്മ്യൂണിറ്റി ലിവിങ് എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ആ ഒരു സംഘടിതമായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിനകത്ത് ഈ പറയുന്ന പോലെ പല കാറ്റഗറിയിൽ ഇതിനെ തിരിക്കുകയും ഒരു നേതാവ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ അഭിമുഖീകരിക്കുന്നത് ഒരു വലിയ വിഷയമാണ്. ഇന്നും നിലനിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ഉണ്ട്. ഇതിനകത്തു നിന്നൊക്കെ ഇപ്പോൾ കേരളത്തിൽ മറ്റൊരു തരത്തിലാണ് ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരു തൊഴിൽ തേടിയിട്ടും സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കിയിട്ടും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു മാതൃകയാവുമ്പോഴും പലയിടത്തും നമുക്ക് ഇനിയും ഇടപെടേണ്ടതുണ്ട് എന്ന് തോന്നുന്ന അവസ്ഥകളിലൊക്കെ എങ്ങനെയാണ് സീമയുടെ മനസ്സ് പ്രതികരിക്കുക? തികച്ചും നമ്മൾ പറയും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും, അതിനൊരു തലവനുണ്ടാവും, എന്നിട്ട് അവരെ നിയന്ത്രിക്കും എന്നൊക്കെ പറയും. എൻ്റെ ഒരു അറിവായി തുടങ്ങിയ സമയത്ത് ഞാനും ആദ്യം ഇതുപോലെ ഇങ്ങനെ നമുക്ക്, കാരണം നമ്മുടെ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും സ്നേഹം കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഇൻഡിവിജ്വലായിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിലും ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടി ഞാൻ വിചാരിച്ചു എനിക്കും അതുപോലെ അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ അതുപോലൊരു സിസ്റ്റർ ബ്രദർ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടാത്ത പരിഗണന ചിലപ്പം ഇങ്ങനെ കിട്ടുമായിരിക്കും എന്ന് കരുതിയിട്ടൊരു കുറച്ച് കാലം ഞാനിങ്ങനെ ഒരു ഇവർ പറയുന്ന പരിവാർ എന്നൊക്കെയാണ് പറയുന്നത്, അങ്ങനെ പരിവാർ ബേസ്ഡ് ഇങ്ങനെ പോയതാണ്. അപ്പോഴാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോഴാണ് അത് തികച്ചും നമുക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. സാധാരണ ഞാൻ അന്ന് ചിന്തിച്ചു തുടങ്ങി, ഒരാണിനും പെണ്ണിനും എന്തുകൊണ്ട് പരിവാർ ഉണ്ടാവുന്നില്ല, ഒരാണിനും പെണ്ണിനും എന്തുകൊണ്ട് ഗ്രൂപ്പ് ഉണ്ടാവുന്നില്ല? അവർക്ക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പം നമുക്ക് എന്തിനാണ് ഇതുപോലുള്ള ഗ്രൂപ്പ്? അപ്പം നമ്മൾ തന്നെ നമ്മളെ വേർതിരിച്ച് നമ്മൾ വേറൊരു കാറ്റഗറി ആണെന്ന് പറയുന്നതുകൊണ്ടല്ലേ. നമ്മൾ എല്ലാവരെയും പോലെ ഈക്വാലിറ്റി വേണം, നമ്മൾ ഈക്വലായിട്ട് എല്ലാവർക്കും ഇടയിൽ ജീവിക്കണം എന്ന അവകാശം നമ്മൾ അതിനുവേണ്ടി പോരാടുമ്പോൾ എന്തിനാണ് നമ്മൾ മാറ്റി നിർത്തി ഒരു ഗ്രൂപ്പ് തിരിക്കുന്നത്? ഗ്രൂപ്പ് തിരിച്ച് അവിടെ നമ്മൾ ആരൊക്കെയോ ആണ് എന്ന് എഴുതിയിട്ട് നമ്മൾ തന്നെ നമ്മളെ മാറ്റി നിർത്തുകയല്ലേ എന്നൊരു ചിന്താഗതി എനിക്ക് വന്നു. അത് ചിലപ്പോൾ എല്ലാവരെയും ഒരു ചിന്താഗതി ആയിരിക്കില്ല, പക്ഷെ എൻ്റെ ചിന്താഗതി അങ്ങനെയാണ്. നമുക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി സ്വൈരവിഹാരം ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ ജോലി ചെയ്യാനും നമുക്ക് സ്വൈരമായി കിടന്നുറങ്ങാനും ഒക്കെ ഗ്രൂപ്പിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കമ്മിങ് ഔട്ടായി. എനിക്കത് വേണ്ടാന്ന് തോന്നി. തികച്ചും പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനൊരു ഗ്രൂപ്പിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. തികച്ചും ഇന്ന് ഒരു ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് വരുന്ന സത്വം തിരിച്ചറിഞ്ഞ് വരുന്ന കുട്ടികളെയൊക്കെ ഇതുപോലെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഒരുപാട് ആൾക്കാർ വർക്കിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ തികച്ചും എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഒരുപാട് ജോലിയൊക്കെ കിട്ടും. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിരവധി ജോലി കിട്ടും. അതിന് സാഹചര്യം ഇല്ലെന്ന് പറയുന്നെങ്കിൽ കൂടി ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ കിട്ടുന്നുണ്ട്. ഒരുപാട് അംഗീകരിക്കുന്ന മനുഷ്യരുണ്ട്. നമുക്ക് ചെയ്യാൻ സാധ്യമാകുന്ന ജോലികൾ ഒരുപാടുണ്ട്. പക്ഷെ അതിന് നമ്മൾ തയ്യാറാവണം. എളുപ്പത്തിൽ നമുക്ക് ഒരു ദിവസം ഒരു രാത്രി കൊണ്ട് ഇത്ര 1000 രൂപകൾ വേണം, നമുക്ക് മേലും അനങ്ങാതെ കിട്ടുന്ന, അത് തികച്ചും നല്ലതിനല്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ഇൻഡിവിജ്വലായിട്ട് നിൽക്കണമെന്നാണ്. പക്ഷേ നമ്മുടെ കൊച്ചിയിൽ തന്നെ തെരുവുകളിലൊക്കെ വർക്കേഴ്സിനെ കാണുന്നവരിൽ കൂടുതലും ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. അപ്പോൾ അത് വിസിബിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ചെയ്യേണ്ടി വരുന്നത് അത്തരം മോശം സാഹചര്യത്തിലാണ് അവരുടെ അവസ്ഥ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെക്സ് വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ അവർ കൂടുതലാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഈ വിസിബിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേട് കൂടിയാണ്. തികച്ചും പറഞ്ഞാൽ ആണിലും പെണ്ണിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിലും നിരവധി ആൾക്കാരുണ്ട്. അത് നമ്മൾ പബ്ലിക്കിൽ കാണുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമാണെന്നേ ഉള്ളൂ. ഈ ആണിലും പെണ്ണിലും വർക്ക് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്, ധാരാളം ആൾക്കാരങ്ങനെ പോകുന്നവരുണ്ട്. അത് നമ്മൾ പബ്ലിക്കിൽ കാണുന്നില്ല. നമ്മൾ സമൂഹം പലപ്പോഴും കല്ലെറിയുമ്പോഴും ഇങ്ങനെയുള്ള ഒരു പറ്റം ആൾക്കാരെ മോശം പറയുമ്പോഴും പല ആൾക്കാരും ഒളിഞ്ഞും മറിഞ്ഞും നിന്ന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയും സ്വന്തമായിട്ട് ഒരു സെക്സ് വർക്കർ ആവുന്നില്ല. സമൂഹത്തിൽ മാന്യൻ എന്ന് പറഞ്ഞു കിടക്കുന്ന ഈ പുരുഷന്മാർ പോകുമ്പോഴല്ലേ അവർ അത്രയും ഒരു സെക്സ് വർക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും മാന്യത കാണിച്ച് സമൂഹത്തിന്റെ മുന്നിൽ നല്ല പിള്ള ചമയുന്ന ആൾക്കാർ പോയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സെക്സ് വർക്ക് ട്രാൻസ്ജെൻഡേഴ്സിൽ ഉണ്ടാവില്ല. ഇവര് പോകാൻ ആൾക്കാരുണ്ടല്ലോ. ഈ പകല് വന്നിട്ട് കമന്റ് ബോക്സിൽ വന്ന് മോശം പറയുന്ന മനുഷ്യര് രാത്രിയിൽ നോക്കുമ്പോൾ ഇവരൊക്കെ തന്നെയാണ് ഈ റോഡിൽ പോയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്, ഇവര് തേടുന്നത്. അത്തരം അവസ്ഥകൾ മാറേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു സീമയ്ക്ക് ശരിക്കും ചൈൽഡ് അബ്യൂസ് നേരിടേണ്ടി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു ട്രാൻസ് ആണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടല്ല,
സാധാരണ ഒരു കുട്ടിക്കുണ്ടാവുന്ന അബ്യൂസ് ആയിരുന്നോ അതേ ഇങ്ങനെ ഒരു കുട്ടിക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞതിന് ശേഷമാണോ അബ്യൂസ് ഉണ്ടായത്? അല്ല, എനിക്ക് കുട്ടിക്കാലത്ത് എന്താ പറയുക, സെക്ഷൽ അബ്യൂസ് അല്ല ഉണ്ടായിട്ടുള്ളത്. എനിക്ക് വന്നിട്ട് മാനസികമായിട്ട് നമ്മൾ ഒരു ട്രാൻസ് ആണ് എന്ന് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഫാമിലിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരിൽ നിന്നും ഒക്കെ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കൂടുതൽ ദേഹോപദ്രവമായിട്ടും ഒക്കെ കിട്ടിയിട്ടുള്ളത്. കാരണം എനിക്ക് സ്കൂളിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. സ്കൂളിൽ ഒക്കെ വെച്ചിട്ട് ഉപദ്രവിക്കുക, കുട്ടികളെ ഉപദ്രവിക്കുക. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഈ ടീനേജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, നമ്മൾ ചെറിയ കുട്ടികളായിരിക്കും. അപ്പം നമ്മുടെ ചേഷ്ടകളും നമ്മുടെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം എന്നെ ഈ വഴിയിലൊക്കെ നിന്നിട്ട് ആൾക്കാർ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയുക, നീ ആണാ, ഈ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവിയിലൊക്കെ കാണുന്ന പോലെ അതിൻ്റെ തന്നെ പോലെ നീ ആണാണോ പെണ്ണാണോ നോക്കട്ടെ, നമുക്കൊരു സംശയമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ആൾക്കാർ, ഞാൻ അങ്ങനെ ഓടി നിലവിളിച്ചുകൊണ്ട് ഓടിയിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയെന്ന് വെച്ചാൽ ഭയങ്കര വിജനമായിട്ടുള്ള വഴിയാണ്. അപ്പോൾ ഇങ്ങനെ ആളുകൾ ഇന്നും ആ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ഇതാണ്, ഇവരൊക്കെ എത്ര പകൽമാന്യന്മാരായിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഈ ആണാണോ പെണ്ണാണോ അവർക്ക് ഡൗട്ടാണ്. അവർക്ക് ശരിക്കും എന്താണ് ഐഡൻറ്റിറ്റി എന്താണെന്നും ശരിക്കും അറിയാം. നമ്മൾ അന്നൊരു ആ ഒരു ഐഡൻറ്റിറ്റി അറിഞ്ഞ് നമ്മളെ അറിയാതെയാണ് നമ്മൾക്കുള്ളിലേക്ക് ആ ഒരു ഇത് നമ്മുടെ ആ ചേഷ്ട, സ്ത്രീകളുടെ ചേഷ്ട വരുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് അഭിനയിക്കുന്നതോ ആക്ട് ചെയ്യുന്നതോ ഒന്നുമല്ല. അപ്പം ആ ഒരു സമയം ഞാനിങ്ങനെ എൻ്റെ വീട്ടിന് അടുത്തുകൂടി പോകുന്ന ആരെങ്കിലും കൂട്ടിനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. ഞാനതുപോലെ തന്നെ ഒരു ഫ്ലവർ മില്ലിൽ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ ശരിക്കും ഒരു 5-6 കിലോമീറ്റർ നടന്നാണ് ഈ ഫ്ലവർ മില്ലിൽ ജോലി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഈ അരി ഉഴുന്നൊക്കെ ആട്ടി കഴിഞ്ഞിട്ടൊക്കെ സമയം 7-8 മണിയാവും. എന്നിട്ട് പിന്നെ നടന്നാണ് പോകുന്നത്. കാരണം എനിക്ക് തുച്ഛമായ, എനിക്ക് തോന്നുന്നു 1500-1600 രൂപയാണ് മാസം കിട്ടുക. എത്ര വയസ്സായിരുന്നു അപ്പോൾ? അപ്പോൾ എനിക്ക് 14 എന്തോ വയസ്സേ ഉള്ളൂ. ഞാൻ 9th കഴിഞ്ഞ് ആ ഒരു സമയമാണ്. നടന്നാണ് പോവുക. അപ്പോൾ ഞാനിങ്ങനെ പരിചയക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അതുവഴി നടന്നു പോവാമല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ, പക്ഷെ ആരും കാണില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു എൻ്റെ ഒരു വീടിൻ്റെ ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വീടിനടുത്തേക്കുള്ള ഒരു, നമ്മൾ പറയും ഇങ്ങനെ വാഴപ്പണ അല്ലെങ്കിൽ ഏലാവാരം എന്നൊക്കെയാണ് നമ്മളവിടെ പറയുന്ന ഭാഷ. അപ്പം ആ സ്ഥലം കടന്നു കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കടയുടെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു, ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ. കാരണം എനിക്ക് പേടിയാണ്, ഇവരിങ്ങനെ ചാടി വീഴും, ഇങ്ങനെ പേടിപ്പിക്കും, അങ്ങനെ ഭയപ്പെടുത്തും, അങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പേടിച്ചിട്ടുണ്ട്, അങ്ങനെ പോവാൻ മടിച്ചിരുന്നിട്ടുണ്ട്. ഇങ്ങനെ ഇവർ ഇങ്ങനെ ഭീതിപ്പെടുത്തുന്ന കാരണം ഭയങ്കര എനിക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മേക്കപ്പിലേക്ക് വരുന്നതിന് മുമ്പ് എന്തൊക്കെ ജോലിയാണ് ചെയ്തിട്ടുള്ളത്? അയ്യോ, ചെയ്തിട്ടുള്ള ജോലികളാണെങ്കിൽ ഒരുപാട്. കുട്ടിക്കാലത്ത് അച്ഛന് ഈ ഐസൊക്കെ വിൽക്കുന്ന പണിയായിരുന്നു. നമ്മൾ കോലൈസ് അങ്ങനത്തെ ഐസ് ഉണ്ടല്ലോ, അപ്പം ഇങ്ങനെ ഒരു സ്റ്റോള് പോലെ ഇങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഐസൊക്കെ വിൽക്കുന്ന അങ്ങനത്തെ സംഭവമാണ്. അപ്പം നമ്മളിങ്ങനെ ആൾക്കാർ ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്ന, അതാണ് ഏറ്റവും ചെറുതിലെ. അപ്പം അവധി ദിവസങ്ങളുണ്ട്. ഞാനും അനിയനും, അവൻ എന്നെക്കാളും 2 വയസ്സിന് ഇളയതാണ്. ഞങ്ങളൊരു, എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത്, 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളങ്ങനെ ഈ പെട്ടിയിൽ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ, അതാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ചെയ്തിട്ടുള്ളത്, പിന്നെ അമ്മയൊക്കെ പോയി കഴിഞ്ഞു, തിരിച്ച് വീണ്ടും ഞങ്ങൾ അമ്മയുടെ അടുത്തേക്ക് വന്നു. ശേഷമാണ് ഞാൻ പെട്രോൾ പമ്പിലേക്ക് ജോലിക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് പെട്രോൾ പമ്പിൽ ഭയങ്കരധികം മാനസികമായിട്ടും ആൾക്കാർ കളിയാക്കുക, മോശം പറയുക, ഒരുപാട്. കാരണം ചിലപ്പോഴൊക്കെ എനിക്ക് അവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് ലേറ്റ് ആവും. അപ്പോൾ ആ സമയം എനിക്ക് വാക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പട്ടത്ത് പെട്രോൾ പമ്പിൽ നിന്ന് എൻ്റെ വീട് പുളിയറക്കോണത്തേക്ക് നല്ല ഒരുപാട് ദൂരമുണ്ട്. ആ ഒരു ദൂരം ഞങ്ങളുടെ 10:45 ബസ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി കഴിയുക 10:30 കഴിയുക. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് 10:30 ഡ്രസ്സ് മാറി എന്നിട്ട് വേണം ഞാൻ ഇവിടെ PMGയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അത്രയും ഒരു സമയം ചിലപ്പോൾ എനിക്ക് കിട്ടാറില്ല. അപ്പോൾ എനിക്ക് വരികയും വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രഗിൾ. പിന്നെ എനിക്ക് ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ആൾക്കാർ വളരെയധികം മോശമായിട്ട് പറയുക, നമ്മളോട് ചിരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് നമ്മളെ കളിയാക്കുക, അവർ പരസ്പരം പറഞ്ഞ് ചിരിക്കുക, നമ്മളെ ചെവി കൊണ്ട് കേൾക്കുക, നമ്മളെ ഓരോ വട്ടപ്പേരിട്ട് വിളിക്കുക. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് പോകുന്ന ജോലിക്ക്, ഈ ഫ്ലവർ മില്ലിലേക്ക് പോകുന്നത്. അവിടെ ഞാൻ ഒരു 1.5 വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അവിടെയും ഫ്ലവർ മില്ലിൻ്റെ ഓണറുടെ 2ാമത്തെ മകൻ വരുന്ന സമയത്ത് എന്നെ ഇതുപോലെ ഇങ്ങനെ
മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെയധികം. അന്ന് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു അവരുമായിട്ട്, ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. എന്നെ അവരെ വീട്ടിലെ കുട്ടിയെ പോലെയാണ് കണ്ടിട്ടുള്ളതും. അവിടുന്ന് ഫുഡാണെങ്കിലും അവിടെ നിന്ന് കഴിക്കുക. അപ്പോൾ എൻ്റെ ഐഡന്റിറ്റി ഇത് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഭയങ്കര ഇതായിട്ടൊക്കെ മോശമായിട്ടൊക്കെ പറഞ്ഞു. എനിക്കപ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകുന്നതേ വെറുപ്പായി തുടങ്ങി. ആ വീട്ടിലേക്ക് പോകാൻ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വെറുപ്പും ഒക്കെ. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും സപ്പോർട്ടാണ്. പക്ഷെ അവരെ മകനല്ലേ, അപ്പോൾ പിന്നെ അവർ അത് എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ലല്ലോ ഒന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷമാണ് ഞാൻ ഹോം നേഴ്സിന് പോകുന്നത്. ഹോം നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1.5 വർഷക്കാലം ഹോം നേഴ്സായിട്ട് പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ഞാൻ ഈ TV പ്രോഗ്രാമിലൊക്കെ അപ്പോഴാണ് ചെയ്തു തുടങ്ങുന്നത്. കോമഡി പ്രോഗ്രാം, സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തു തുടങ്ങുന്ന ആ സമയത്താണ്. അവിടെയും ഇതൊക്കെ തന്നെയായിരുന്നല്ലോ ശരിക്കും, ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. അയ്യോ, ഒരുപാട്. ഒരു അച്ചാച്ചനെ നോക്കാൻ പോയ സമയത്താണെങ്കിൽ ഞാൻ മുകളിലത്തെ നിലയിലാണ്, അച്ചാച്ചൻ കിടത്തിയിരിക്കുന്ന മുകളിലത്തെ നിലയിലാണ്. അവർ ഫുഡ് കൊണ്ട് ഡോറിന്റെ പുറത്തു കൊണ്ട് വെച്ചിട്ട് ബെല്ലടിച്ചിട്ട് പോയി കളയാ, അങ്ങനെയൊക്കെ നമ്മളെ എന്തോ ഒരു ഇതുപോലെ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു വേർഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മളെ ഒരു ഇതായിട്ട് അദ്ദേഹത്തിനെയും കാണുന്ന അങ്ങനെ നമ്മളെയും കാണും, നമ്മളോടൊന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അങ്ങനെ ഒരു മനുഷ്യന്. വേറൊരു ഫാമിലി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബന്ധുക്കാരൊക്കെ വരുന്ന സമയത്ത് നമ്മളെ അങ്ങ് പുറത്തേക്ക് ഇറക്കും. പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആണ് നമ്മളെ റൂമിലേക്ക് വിളിക്കുന്നത്. അതുവരെ നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റൽ റിസപ്ഷനിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം. വളരെയധികം കാരണം ഞാൻ ഐഡന്റിറ്റി ഒക്കെ ഡിക്ലെയർ ചെയ്ത സമയമാണ്. അപ്പൊ എനിക്ക് കുറച്ച് തലമുടിയും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് കാണുമ്പോൾ എങ്ങനെയായിട്ട്, അപ്പം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ പ്രസന്റ് ചെയ്യാനൊരു മടി അവർക്ക്. ഇങ്ങനെ ഒരാളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ഫാമിലി വരുന്ന സമയമാകുമ്പോൾ നമ്മളെ പുറത്തേക്ക് ആക്കുന്നതെന്നും എന്നൊക്കെ എനിക്ക് പിന്നെ മനസ്സിലായി. അപ്പോൾ അവിടെ എനിക്ക് വളരെയധികം നമ്മളെ ആരും ചേർത്ത് പിടിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ചേർത്ത് പിടിക്കല് അതൊക്കെ കിട്ടുമ്പോൾ നമ്മളെ ഹാപ്പിയാണ്. അല്ലാതെ ഒരുപാട് ഇങ്ങനെ കാശ് വേണം അല്ലെങ്കിൽ ഒരുപാട് ഇത് വേണം അത് വേണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് കുറച്ച് ഇത്തിരി ഒരു സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ഹാപ്പി ആയിരിക്കും. ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിലുള്ള സൂയിസൈഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പലരോടും സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളത് ഈ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർജ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് ശരിയായ വണ്ണം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുകയൊക്കെ ചെയ്യുന്നത് ഇതിനൊരു കാരണമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പരിഗണന കിട്ടാത്തതൊക്കെ നമ്മളൊരു പാർട്ട്ണറിൽ നിന്ന് നേടാനൊക്കെ ഉള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗവും കൂടെ അതിനകത്തുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? എന്താണ് എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായ റിലേഷൻഷിപ്പിൽ ഒരിക്കലും ഞാൻ അവരിൽ നിന്ന് ആകെ പ്രതീക്ഷിച്ചുള്ള സ്നേഹം മാത്രമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല മനുഷ്യരെ നമ്മളെ സമീപിക്കുന്നത്. അതിപ്പോൾ സൗഹൃദത്തിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലിയിലായാലും ചെറിയൊരു വിശ്വാസക്കുറവ് എല്ലാ മനുഷ്യരോടും എനിക്കുണ്ട്. കാരണം അതാണ് അനുഭവം, ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഈ ഒരു ട്രാൻസ് പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മളങ്ങ് അവരിൽ നിന്ന് കിട്ടുന്ന യഥാർത്ഥ സ്നേഹമായിരിക്കും, അവർ നമ്മളെ പ്യുവറായിട്ട് സ്നേഹിക്കുകയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവരിൽ നമ്മൾ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യാണ്, നമ്മളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അവരിൽ നിന്ന് സ്നേഹം കിട്ടുന്ന പ്യുവറായിരിക്കും, നമ്മളെ ചേർത്ത് പിടിക്കും, ഇവരുണ്ടാവും നമുക്ക് എന്നൊക്കെ കരുതിയാണ് നമ്മൾ അവരോട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ഒരു സമയം നമ്മളത് മനസ്സിലാക്കും, നമ്മൾ പറ്റിക്കപ്പെടുകയായിരുന്നു, നമ്മൾ വഞ്ചിക്കുകയായിരുന്നു എന്നത്. ചില ആൾക്കാർ കാശിന് വേണ്ടിയിട്ട് നമ്മളിൽ നിന്ന് കാശുണ്ടാവും, അവരൊക്കെ ആരും ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ, അപ്പോൾ അവരിന് ഈസി ആയിട്ട് കുറച്ച് കാശ് കിട്ടുമായിരിക്കും എന്ന് കരുതി വരുന്ന ആൾക്കാർ. ചില ആൾക്കാർ എന്താണ് ഇവർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ സമീപിക്കുന്ന ആൾക്കാർ. അങ്ങനെയൊക്കെയാണ് കൂടുതലും ഈ ട്രാൻസ് പീപ്പിളിൻ്റെ അടുത്തേക്ക് ഒരു സ്നേഹമായിട്ട് വരുന്ന ആൾക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും സ്നേഹം എന്ന് കേട്ട വരുന്ന ആൾക്കാരോടത്ത് ഭയങ്കര എനിക്കൊരു വിശ്വാസക്കുറവാണ്, ഒരു അവിശ്വാസമാണ്. നമുക്ക് എൻ്റെ ലൈഫിൽ ഞാൻ മരിക്കണം എന്ന് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്താണ്. അയ്യോ എനിക്ക് ആളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, മരിക്കണം എന്ന് തോന്നിയിട്ടുള്ളത് ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു കുറവുകളിലോ ഉണ്ടായെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ് പേഴ്സൺ ആയെന്ന് പറഞ്ഞിട്ടോ മറ്റൊരാൾ കളിയാക്കിയെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഏതോ ഒരു മൊമെന്റിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് സെക്കൻഡ് അപ്പം തന്നെ ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും ബുദ്ധിമുട്ടിയതൊക്കെ അങ്ങനെ ഒരു സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് തിരിച്ചറിഞ്ഞ സമയം
പോകുന്നവർ പോട്ടെ എന്ന് വെച്ചിട്ട് ജീവിതം മൂവ് ഓൺ ചെയ്തത്. ഈ മുമ്പുള്ള ബ്രേക്കപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പുള്ളിയെ നല്ല സ്നേഹമുള്ള ഒരാളായിട്ടോ ഇല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടായ ഒരു ഇടമായിട്ടാണ് സീമ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കുറച്ച് നീണ്ട കാലം ഒരു റിലേഷനിലായിരുന്നല്ലോ. അപ്പം ആ കാലത്തൊക്കെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ജീവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ എല്ലാ കയറ്റിറക്കങ്ങളും ഉണ്ടായിരുന്നു അതിന്? എൻ്റെ ആദ്യത്തെ റിലേഷൻഷിപ്പ് വളരെയധികം നല്ല സ്മൂത്ത് ആയിട്ട് പോയിട്ടുള്ള ഒരു അതിൻ്റെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പാണ്. അന്ന് ഞാൻ സർജറിയോ ഒരു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് പുള്ളിക്കാരൻ വിവാഹിതനാണെന്ന് അറിയുന്നത്. അപ്പോൾ ഞാൻ വളരെ കുഞ്ഞ് ഏജാണ്, ഒരു 18-19 വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒന്നും നമുക്ക് നല്ലതേതാ ചീത്തയേതാ ഒന്നൊന്നും അറിയില്ല. നമ്മളൊരു ഫാൻറ്റസി ലൈഫാണ്, നമ്മൾ എല്ലാം നമ്മൾ പോകുന്ന വഴിയൊക്കെ ഓക്കെ ആണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമയം. അപ്പോൾ ഞങ്ങൾ റിലേഷൻഷിപ്പിലായി ഒരു 2 years ആയപ്പോഴാണ് അറിയുന്നത് പുള്ളിക്കാരുടെ മാരേജ് കഴിഞ്ഞ ആളാണെന്ന്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കമ്മിങ് ഔട്ട് ആവാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല, ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ അറിവായി തുടങ്ങിയ സമയം ഒരു കുറേ നാൾ അങ്ങനെ ആ ഒരു സ്നേഹബന്ധം അങ്ങനെ പോയി. പുള്ളിക്കാരൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ മോട്ടീവ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ വെൽ എഡ്യൂക്കേറ്റഡ് ഉള്ള പേഴ്സണാണ്, നല്ല മോട്ടീവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഒരു ട്രാൻസ് പേഴ്സൺ എങ്ങനെ ആവരുത്, മോശം രീതിയിലൂടെ പോകാൻ പാടില്ല എന്നുള്ളതും, ഒരു ട്രാൻസ് പേഴ്സൺ ഏതൊക്കെ രീതിയിലൂടെ സഞ്ചരിക്കും എന്നുള്ളതും ഒക്കെ അങ്ങനെ നല്ലതും ചീത്തയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നും ഒരാളോട് കടപ്പെട്ടിരിക്കേണ്ടത് നല്ലത് പറഞ്ഞു തരുന്ന ഒരു മനുഷ്യനോടാണ്. അപ്പോൾ പുള്ളിക്കാരൻ നല്ലത് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ ഏതോ ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കി അതെൻ്റെ ചോയ്സ് അല്ല. കാരണം നമ്മളായിട്ട് ഒരു ഫാമിലിക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. വളരെ പെയിൻഫുള്ളായിട്ടാണ് നമ്മൾ രണ്ടാളും അത് മ്യൂച്വലായിട്ടാണ് അത് വേണ്ടാന്ന് തീരുമാനിച്ചത്. അപ്പം എന്നോട് ചോദിച്ചു ഒന്നുകൂടെ ചിന്തിച്ചൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കത് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കാരണം ആരും വിഷമിക്കാൻ പാടില്ല എന്നുള്ളത്. അവർ വിഷമിക്കുന്നുണ്ട്, ഒരാളെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനത് ഒരു അറിവില്ലായ്മയായിട്ടാണ് ഞാൻ ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിട്ടുള്ളത്. കാരണം ഞാൻ പക്വതയില്ലാത്ത സമയത്ത് ഒരാൾ മാരീഡ് ആണ് എന്ന് കണ്ടിട്ട് നമ്മൾ അവരുമായിട്ട് ഒരു സ്നേഹബന്ധത്തിലായ എനിക്കത് കാരണം പുള്ളിക്ക് ആ ഒരു പക്വത ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി അതിൽ നിന്ന് പിന്മാറുമായിരുന്നു. പക്ഷെ എനിക്ക് പക്വത വന്നപ്പോഴത്തേക്ക് ഞാനത് മനസ്സിലാക്കി അത് തെറ്റാണ്, അത് നമ്മൾ പാടില്ല. ഇപ്പോഴും കമൻറ്റ് ചെയ്തൊക്കെ എന്നെ വേദനിപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരാളുടെ ജീവിതം ഉണ്ടായിരുന്നില്ലേ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉള്ള ഒരാളെയല്ലേ എങ്ങനെയെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ തേടിപ്പോയതോ ഒന്നുമല്ല, എന്നെ തേടി വന്നൊരു വ്യക്തിയായിരുന്നു. എന്നെ ഇഷ്ടമാണെന്ന് ഇങ്ങോട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇഷ്ടം അങ്ങനെ തുടങ്ങിയതാണ്. ആദ്യം കാണാതെ ഒരു 5-6 മാസം, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കാണുന്നതും. അന്നെൻ്റെ സർജറിയോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു ഇഷ്ടം നമ്മൾ അന്നൊരു സ്നേഹം ഒരാളിൽ നിന്നൊരു സ്നേഹം കിട്ടണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സമയത്ത് ഞാൻ ഇപ്പോഴും പറയുമ്പോൾ എൻ്റെ ഒരു ബ്രദറിനെ പോലെ അല്ലെങ്കിൽ അച്ഛനെ പോലെയൊക്കെ ആയിരുന്നു ആ ഒരു മനുഷ്യൻ. ഒരുപാട് വഴി കാട്ടി തന്നിട്ടുണ്ട്, നല്ല വഴി ഏതാണെന്ന് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ആരും ഇന്നത്തെ കാലത്ത് പറഞ്ഞു തരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു ജോലി ചെയ്യണം, നല്ലതായിട്ടൊരു വീടുണ്ടാവണമെന്നും നല്ല രീതിയിൽ ജീവിക്കണമെന്നൊക്കെ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നെക്കാളൊക്കെ നല്ല ഏജ് ഡിഫറൻ്റ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ നല്ലൊരു ആളായിരുന്നു. അതുകൊണ്ട് നല്ല ഒരു നമ്മൾ പറയില്ലേ നല്ലൊരു രീതിയിൽ തന്നെ ആ ബന്ധം അവസാനിപ്പിക്കണമെന്നുള്ളത്. അപ്പം അങ്ങനെ പിന്നെ കുറേ നാൾ ഞാനിങ്ങനെ ഇതൊന്നുമില്ലാത്ത സമയത്ത് ഞാൻ വിചാരിച്ചു നമ്മളെ മനസ്സിലാക്കുന്നത് ഒരു ട്രാൻസ് പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ഒരു ട്രെൻഡായിരുന്നു ഇങ്ങനെ ട്രാൻസ് വുമൻസ് ട്രാൻസ് മെൻസിന് മാരേജ് ചെയ്യുക, അപ്പോൾ അവർ നമ്മളെ മനസ്സിലാക്കും എന്നൊക്കെ ഉള്ള ഒരു ഇതെൻ്റെ മനസ്സിൽ എപ്പോഴും കടന്നുകൂടി. പക്ഷേ മുമ്പൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരു ഇതേ എൻ്റെ മനസ്സിലില്ലായിരുന്നു. പക്ഷെ എവിടെ നിന്ന് വന്നാണെന്ന് അറിയില്ല, ആ ഒരു ഇതിലേക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള തന്നെ ഒരു കുട്ടിയും അതുപോലെ തന്നെ അവർ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നെ. നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, നിന്നെ ഇതായിട്ട് നോക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളൊരു ചേർത്ത് പിടിക്കലിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ ആരെങ്കിലും നമ്മളെ സ്നേഹിക്കുമായിരിക്കും, ആരെങ്കിലും സ്നേഹിക്കാൻ ഉണ്ടായിരിക്കുമായിരിക്കും എന്നൊക്കെ കരുതി ആണ് ഞാൻ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. പക്ഷെ അത് ഏറ്റവും വലിയ ട്രാപ്പായിരുന്നു എന്ന് പിന്നെയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അതൊന്നും പറയണ്ട, ഭയങ്കര ഫുൾ ചീറ്റിംഗ് ആയിരുന്നു. പുള്ളിക്കാരൻ അങ്ങനെ എനിക്ക് കുറേ കാശിൻ്റെ ലോസൊക്കെ ഉണ്ടാക്കി. ഞാനിപ്പോഴും പറയും, നമ്മൾ ആരെ വിശ്വസിച്ച് കഴിഞ്ഞാലും നമ്മൾ മറ്റുള്ള മനുഷ്യരെ
ഒരിക്കലും നമ്മൾ വിശ്വാസം എന്നുള്ളത് ബ്രേക്ക് ചെയ്യപ്പെടുന്ന അപ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ വിശ്വസിച്ചിട്ട് അങ്ങനെ പണി കിട്ടി എന്ന് പറയാനുള്ളത് എനിക്ക് ആ ഒരു സമയമായിരുന്നു. അതിൽ നിന്ന് റിക്കവർ ആവാനാണ് ഞാൻ പാടുപെട്ടത്. ഞാൻ എന്തും സഹിക്കും. നമ്മളെ വഞ്ചിക്കുക, ചീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും സഹിക്കില്ല. ഞാൻ കേസ് കൊടുത്തു. പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 14 ദിവസം റിമാൻഡ് ചെയ്തു. 2 ദിവസം അവധിയും കൂടെ ആയിരുന്നുകൊണ്ട് 16 ദിവസം പുള്ളി ജയിലിൽ കിടന്നു. അതിനുശേഷം പുള്ളിയുടെ പാരൻസ് വന്ന് എന്നെ കാണാൻ വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ലൂസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്കതിന് നികത്തി തരണം എന്ന് പറഞ്ഞു. എങ്കിൽ കേസ് പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നോട് എൻ്റെ അടുത്തുള്ള ആളുകൾ പറഞ്ഞത് കേസ് പിൻവലിക്കരുത്. എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞത് മീഡിയയിൽ ആൾക്കാരെ വിളിച്ച് ഇത് ചെയ്തൂടെ. പക്ഷെ ഞാൻ ചൂസ് ചെയ്തൊരു ലൈഫാണ്. അപ്പോൾ അതെനിക്ക് അത് ഇന്ന ആൾ എന്നെ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങനെ മീഡിയയിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമൊന്നുമില്ലായിരുന്നു. അത് ഞാൻ എൻ്റെതായ രീതിയിൽ നിയമപരമായിട്ട് തന്നെ അത് ഡീൽ ചെയ്തു. പോലീസ് കേസായി, കോടതിയായി. പിന്നെ പാരൻസ് വന്ന് എന്നെ കണ്ടു, തെറ്റുകൊണ്ട് പറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് മാപ്പ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു മനുഷ്യനോട് എന്തൊക്കെ ക്രൂവൽറ്റി കാണിച്ചാലും നമ്മൾ ഒരു ക്ഷമിക്കാൻ, നമ്മളോട് ക്ഷമ യാചിക്കുമ്പോൾ ക്ഷമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണല്ലോ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മളോട് ഒരാൾ നമ്മളോട് അത്രയും ക്ഷമ യാചിക്കുമ്പോൾ നമ്മളത് ക്ഷമിക്കുക. അവർക്കുള്ള എന്നായാലും കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നായാലും അവർക്കുള്ള നമ്മൾ അത്രയും വിശ്വസിച്ച് സ്നേഹിച്ച ഒരാളിൽ നിന്ന് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ എന്നായാലും അവർക്ക് അങ്ങനെ ഒരു കാര്യത്തിലൂടെ തന്നെ ചിലപ്പോൾ അവർക്ക് ഈശ്വരൻ കൊടുക്കും എന്നുള്ളതാണ്. അപ്പം ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു കേസ് ഒന്നുമില്ല, എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നു, എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല, എനിക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം അവർ പരിഹരിച്ച് തരും എന്നുള്ളതും എനിക്ക് ചെയ്തു തന്ന. അങ്ങനെ ഞാൻ ആ കേസ് വിഡ്രോ ചെയ്തു. ഇപ്പോഴത്തേത് മാരേജ് കഴിഞ്ഞോ അതോ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ? അത് കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കാം. ഞങ്ങള് 4 വർഷം ആയിട്ട് അറിയുന്നവരാണ്. ഇതൊക്കെ ഇങ്ങനെ ഈ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വളരെയധികം ഇതായിട്ടിരിക്കുന്ന സമയത്ത് ഇനി ജീവിതത്തിൽ ഒരാളും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയം 4 വർഷമായിട്ട് അറിയുന്നവരാണ്. ജോലി ഗൾഫിലാണല്ലേ? പുള്ളിക്കാരൻ പുറത്താണ്. ആ സമയത്താണ് ഞങ്ങളിങ്ങനെ ഒരുപാട് സംസാരിക്കുമായിരുന്നു. സംസാരിക്കാൻ പുള്ളിക്കാരനും ഇങ്ങനെ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, ഞാനും ഇങ്ങനെ ഇതായിട്ടിരിക്കുന്ന സമയമാണ്. രണ്ടുപേരും ഒരു ചീറ്റ് ചെയ്യപ്പെട്ട അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കമ്മിങ് ഔട്ടായ സമയത്ത് ആണ് ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെ എന്നാൽ പിന്നെ നമുക്കിങ്ങനെ കല്യാണം കഴിച്ചുകൂടെ. ഞാനൊന്നും കല്യാണത്തിനെ കുറിച്ച് പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു ഇഷ്ടം തോന്നി. ഞങ്ങൾ ഒരേ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി. കാരണം ഏകദേശം ഞങ്ങളുടെ രണ്ടാളെ സ്വഭാവം ഒരുപോലെയാണ്. എന്ത് ഇഷ്ടമില്ലെങ്കിലും ഞങ്ങൾ ഓപ്പണായിട്ട് പറയും. ചിലപ്പോൾ പരസ്പരം അത് ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും രണ്ടാൾക്കും. എനിക്ക് ഇഷ്ടമില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓപ്പണായിട്ട് പുള്ളിയോട് പറയും. പുള്ളിക്ക് ഇഷ്ടമില്ലാതെ കണ്ടാൽ അല്ലെങ്കിൽ നീ ഇന്ന കാര്യം ചെയ്തത് ശരിയായില്ല എന്ന് പുള്ളി പറയും, ഞാനും അതുപോലെ പറയും. അപ്പൊ നോക്കിയപ്പോൾ കൊള്ളാം, അങ്ങനെ അടുത്താണല്ലോ സ്നേഹം തോന്നി എനിക്ക്. അത് എന്തും ഓപ്പണായിട്ട് പറയുമ്പോൾ ഇതായിട്ട് ഭയങ്കര നമ്മൾ ഒരു ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള അങ്ങനെ ഒരാളല്ല, ഒരു സാധാരണക്കാരനാണ്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു സാധാരണക്കാരനാണ്, എന്തും തുറന്നു പറയുന്ന, എന്തും പറയാനായിട്ട് മടിയില്ലാത്ത ഒരാൾ. അപ്പോൾ ചേർത്ത് പിടിക്കുമെന്ന് ഉറപ്പുണ്ട്. നമുക്ക് മനുഷ്യൻ്റെ കാര്യമാണ്, നമുക്ക് ചേർത്ത് പിടിക്കുന്നു ഉറപ്പ് തോന്നിയ സമയത്താണ് എൻഗേജ്മെൻറ്റിലേക്ക് പോയതും. അപ്പോൾ രണ്ടാളുടെയും ഒരു എന്താ പറയുക, വിവാഹം വേണം എന്നൊരു തീരുമാനത്തിലേക്ക് പോയപ്പോൾ തന്നെ നമുക്ക് വിവാഹമായിട്ട് വേണം, എല്ലാവരും പങ്കെടുക്കുന്ന എല്ലാവരെയും നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരുടെ അനുഗ്രഹത്തോടുകൂടി വിവാഹമായിട്ട് വേണം എന്ന് അന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ്. ഈ എന്നാണ് കല്യാണം വേണമെന്ന് ചിന്തിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ എല്ലാവരെയും അനുഗ്രഹത്തോടുകൂടി കല്യാണം വേണമെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ ഒഫീഷ്യലി ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് എൻഗേജ്മെന്റ് മതി എന്നുള്ളത് ഞങ്ങൾ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്ത സമയത്താണ് എൻഗേജ്മെന്റ് എന്നുള്ളത്. കുറച്ച് പേര് മാത്രം, 10-15 പേര് മാത്രം പങ്കെടുത്ത ഒരു ചെറിയൊരു ഫംഗ്ഷനായിരുന്നു എൻഗേജ്മെന്റ്. ദെൻ കല്യാണം എന്നുള്ളത് നമ്മുടെ രണ്ടാളുടെ സ്വപ്നമാണ്, എൻ്റെയും പുള്ളിയുടെ സ്വപ്നമാണ്. പുള്ളിയുടെ പാരൻസും എൻ്റെ പാരൻസും ഒക്കെ നിന്നിട്ട് എന്നെ സ്നേഹിക്കുന്നവരും പുള്ളിയെ സ്നേഹിക്കുന്നവരും ഞങ്ങളുടെ ഈ ബന്ധം അംഗീകരിക്കുന്നവരും എല്ലാവരെയും ചേർത്ത് വെച്ചുള്ള ഞങ്ങളുടെ കല്യാണം ഡേറ്റ് ആയിട്ടില്ല, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഒരു 2-3 ഡേറ്റ് ഇങ്ങനെ പുള്ളി വരുന്നതിനനുസരിച്ചും ഒരു 2-3 ഡേറ്റ് ഇങ്ങനെ നോക്കി അതിൽ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ദിവസം നടത്താം എന്നുള്ളതിലാണ് ഇരിക്കുന്നത്. അങ്ങനെ 2-3 ദിവസം ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഇല്ല, പുള്ളി വരുന്നതും കൂടെ അനുസരിച്ച് കല്യാണമായിട്ട് നടത്തണം
ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നെ നടത്തണം. കല്യാണം മാത്രമേ ഉള്ളൂ, വേറെ ഫംഗ്ഷൻസ് ഒന്നുമില്ല. നമുക്ക് അങ്ങനെ ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഒന്നും ഇങ്ങനെ പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷൻ അങ്ങനെ നടത്തണമെന്നൊന്നും ആഗ്രഹിക്കാത്തവരാണ്. രണ്ടാൾക്കാരും സിമ്പിൾ ആയിട്ടുള്ള ആളാണ്. പുള്ളിയും വളരെ സിമ്പിളാണ്. പുള്ളിക്കാരനാണെങ്കിലും ഒരു മുണ്ടും ഒരു ഷർട്ടും കിട്ടിയാൽ പുള്ളി ഓക്കെയാണ്. എവിടെയാണെങ്കിലും അത് ഒരിടത്തേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ എവിടേക്ക് പോകണമെങ്കിലോ അങ്ങനെ എനിക്ക് ഇന്നത് വേണം, ഞാൻ ഇന്നതേ ഇട്ട് പോവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇന്നത് ഇടണമെന്ന് പറഞ്ഞാൽ പുള്ളി പറയില്ല, ഞാൻ ഇതിൽ ഓക്കെ ആണെന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പൊ സീമയുടെ വിവാഹത്തിന് സീമ ആരാ ഒരുക്കുക? ബാക്കി എല്ലാവരുടെ വിവാഹത്തിന് സീമ ഒരുക്കുകയും ഭയങ്കര അപ്രീസിയേഷൻ വാങ്ങിക്കുകയും അനുഗ്രഹമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ സീമ ആരാണെന്ന് ഒരുക്കുക? സ്വന്തമായിട്ട് ഒരുമോ? എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഇതിൽ ആരാണ് ഒരുക്കുക എന്നുള്ളത്. പക്ഷെ അത് ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. എനിക്കൊരു ഐഡിയ ഇല്ല അത് ആരെന്ത് ചെയ്യുന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഹെയർ ആര് ചെയ്യുന്നോ, അല്ലെങ്കിൽ മേക്കപ്പ് ആര് ചെയ്യുന്നോ, സാരി ആര് ഉടുപ്പിക്കുന്നോ, ഒന്നും ഈ നിമിഷം വരെ, ഈ മൊമെന്റ് വരെ ഞാനതിൽ തീരുമാനിച്ചിട്ടില്ല. അതെന്നെ ഭയങ്കരധികം കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു കാര്യമാണ്. എന്ത് ചെയ്യണം, ഞാൻ അതിലേക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ മേക്കപ്പ് ചെയ്യണം, ചെയ്താൽ മതി, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ പുള്ളിക്കാണെങ്കിലും ഇങ്ങനെ ഒരുപാട് മേക്കപ്പ് ഇടുന്നതിനോടോ ഒരുപാട് ഇങ്ങനെ ആ ഡ്രസ്സ് ഈ ഡ്രസ്സ് അങ്ങനെയൊക്കെ ഇടണമെന്നോ അങ്ങനെയൊന്നുമില്ല. പുള്ളി എൻ്റെ ആ ഒരു ഇതാണ് പുള്ളിക്ക് ഇഷ്ടമായത് തന്നെ. എൻ്റെ ഒരു ഡ്രസ്സിങ് വളരെ സിമ്പിളായിട്ട്, എന്തെങ്കിലും ഒരു സാരി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് മുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അങ്ങനെ ഒരിത് ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു സിമ്പിളായിട്ട് റെഡി ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ വിവാഹം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സിമ്പിൾ ആണെങ്കിൽ കൂടി നമുക്ക് ഇങ്ങനെ വിവാഹ പന്തലിലേക്ക് വരുന്ന ഒരു സങ്കല്പമൊക്കെ ഉണ്ടല്ലോ. എൻ്റെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ള കുറേ ആളുകൾ എന്നെ കളിയാക്കും, ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിലെ കുലസ്ത്രീയാണെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. വിവാഹം എന്ന് പറയുമ്പോൾ നമ്മള് പ്രഹസനമല്ലാതെ വളരെ പണ്ടത്തെ ഒരു രീതിയിൽ, ട്രഡീഷണൽ രീതിയിൽ, പഴയ കാലത്തെ പോലെ അങ്ങനെയൊക്കെ റെഡി ആവണം, അങ്ങനെയൊക്കെ ഒരു കല്യാണം വേണം, അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം. പുള്ളിയുടെ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ രണ്ടാളും ഡിസ്കസ് ചെയ്ത് അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഒരു വിവാഹമാണ് ആഗ്രഹിക്കുന്നത്. പല ഡ്രസ്സുകൾ സീമ ഇടുമ്പോഴും ചില ഡ്രസ്സ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന സാരിയിൽ പോലും ഒരു തരത്തിൽ ഈ പറയുന്ന പോലെ കുലസ്ത്രീ ഇമേജിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല, പക്ഷെ അങ്ങനെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഇമേജ്. പിന്നെ വർത്തമാനത്തിലൊക്കെ ഈ കാണുന്ന ചില കാൽപ്പനിക സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളതിനകത്ത് എവിടെയോ ഒരു കുലസ്ത്രീ ഇല്ലേ എന്നൊരു സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ. ശരിക്കും അത് സ്വന്തമായിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറയുന്നത് എൻ്റെ ശരികളാണ് എനിക്ക് തോന്നിയത്. ഞാനങ്ങനെ കുലസ്ത്രീ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഒരുപാട് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സമയം ആയപ്പോഴത്തേക്ക് ഞാൻ തോന്നി ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നെനിക്ക് തോന്നി. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഷൂട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സമീപിക്കുമ്പോൾ ചോദിക്കും, എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഷൂട്ട് ചെയ്യാവോ, ആ ഷൂട്ട് ചെയ്യാവോ, ഈ ഷൂട്ട് ചെയ്യാവോ. ഞാൻ വിചാരിക്കും അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള, അത് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് മിക്കപ്പോഴും ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ട് ട്രാൻസ് വുമൻസ് ക്ലീവേജ് കാണിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ എക്സ്പോസ്ഡ് ആവുന്നത് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ കമൻറ്റ് ബോക്സ്, പല ട്രാൻസ് വുമൻസിനെയും കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, കുലകളാടുന്നെന്നും പിന്നെ അതുപോലെ ചിരട്ടയാണോ എന്നൊക്കെ ചോദിക്കുന്ന കമൻറ്റുകൾ കാണുമ്പോൾ അറിയാം. അപ്പോൾ അവരെ പ്രൂവ് ചെയ്യാൻ ഒരു ഞങ്ങളും ഗേളാണ്, ഞങ്ങളും സ്ത്രീയാണ്, ഞങ്ങൾക്കും ഇതൊക്കെ ഉണ്ടെന്ന് ചിലരൊക്കെ പ്രൂവ് ചെയ്യാൻ നടക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്നാൽ മാത്രമേ ആൾക്കാരെ വിശ്വസിക്കുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. ഈ മറ്റുള്ളവർ കരുതുന്ന പോലെ പണ്ട് കാലത്ത് ഇങ്ങനെ നമ്മൾ കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കുമ്പം അച്ഛനും അമ്മയൊക്കെ ആവുമ്പം ആൺകുട്ടികളാണ് അമ്മയാവുന്നെങ്കിൽ ചിരട്ടയൊക്കെ വെച്ച് കെട്ടിയൊക്കെ പോയതുപോലെ അതൊന്നും അല്ല. ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ ശരീരം, ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് പെണ്ണായിട്ട് ജീവിക്കണം, സ്ത്രീയായിട്ട് ജീവിക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഒരുപാട് നടത്തിയിട്ടാണ്. ഇന്ന് പറയും പോലെ പല ആളുകളും പറയുമ്പോൾ ഒരു മാനസിക രോഗമോ അങ്ങനെയൊന്നുമല്ല. മാനസിക രോഗമാണെങ്കിൽ ചികിത്സിക്കാം, അല്ലെങ്കിൽ പല ആൾക്കാരും മന്ത്രവാദം നടത്തുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, എൻ്റെ കുഞ്ഞിന് മാനസിക രോഗമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ആഗ്രഹിച്ച് അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന്. ഇന്നത്തെ കാലത്ത് ചില കുട്ടികൾ
പെട്ടെന്ന് പോയിട്ട് അങ്ങ് സർജറി ചെയ്യും, ഓടിപ്പോയിട്ട്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമ്മളൊക്കെ വർഷങ്ങളോളം എടുത്തിട്ടാണ് ഈ ഒരു സർജറിയുടെ ഒരു പോസിബിലിറ്റിയെ സ്വന്തം ആഗ്രഹത്തെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാതെ പോയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് ഉപയോഗിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഒരാള് എങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടത്, അങ്ങോട്ടേക്ക് മാറേണ്ടതുണ്ട്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഈ പരിവാറ് അല്ലെങ്കിൽ കുടുംബങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഇതില് പെട്ടെന്ന് നമ്മളൊരു പരിവാറിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കുടുംബത്തിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അവർ പറയുന്ന അവരെ കുടുംബത്തിൽ ഇത്ര ആൾക്കാർ സർജറി ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഡിമ്പാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ സർജറി നടത്തും. ഇവരെല്ലാരും കൂടി ഇത് അവരെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ നടത്തും. അങ്ങനെ സർജറി ചെയ്തതിന് ശേഷം തിരിച്ച് കൺവേർട്ടായി വന്ന ആൾക്കാരും ഉണ്ട്. നമുക്ക് കേരളത്തിൽ തന്നെ 2-3 ആൾക്കാരെ എനിക്കറിയാം അങ്ങനെ തിരിച്ച് കൺവേർട്ടായി വന്നവർ. അപ്പോൾ അവര് അവിടേക്ക് എത്തിപ്പെടുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്ന അവർ പോവേണ്ട ആ ഒരു പാത്ത് ഓഫ് വേ അതല്ല എന്നുള്ളത്. അവർക്കത് കൺഫ്യൂസ്ഡ് ആവും. അവര് ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവുന്ന അപ്പോഴാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സമയത്ത് ഒരാളെ ഒന്ന് പറയുകയാണോ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ് വുമൺ ആവാൻ പാകപ്പെട്ടതാണോ അവരുടെ മനസ്സും ശരീരവും എന്നുള്ളതൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് ആളെണ്ണം കൂട്ടാനും അങ്ങനെയൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാതെ നല്ല രീതിയിൽ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന മനുഷ്യരും ഉണ്ട്, ട്രാൻസ് സമൂഹത്തിലുണ്ട്. ഒരുപാട് പേര് പെട്ടെന്ന് വന്നിട്ട് എനിക്ക് സർജറി ചെയ്യണം, എനിക്ക് പെണ്ണാവണം, എന്തോ ഒരു ഇതുപോലെ എനിക്ക് അങ്ങ് പെണ്ണാവണം, എനിക്ക് അങ്ങ് സർജറി ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഇതായിട്ടാണ് പറയുന്നത്. അവർ വിചാരിക്കുന്നു നമുക്ക് കുറേ പ്രിവിലേജ് കിട്ടുമായിരിക്കും, കുറേ ഇതൊക്കെ കിട്ടുമായിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന ആളുകളും ഉണ്ട്, ഫാൻറ്റസി ആയിട്ട് വരുന്ന ആളുകളും ഉണ്ട്. പക്ഷെ ഒരുപാട് വർഷം സ്ട്രഗിൾ ചെയ്ത് ഇതിലോട്ട് വന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരൊന്നും അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയോ അങ്ങനെ പറഞ്ഞ് ഇവരെ കൺവിൻസ് ചെയ്ത് ആ ഒരു റൂട്ടിലേക്ക് കൊണ്ടുപോവുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് വന്ന കുറച്ച് ആളുകൾ ഇങ്ങനെ കൺവിൻസ് ചെയ്ത് കുറെ കുട്ടികളെ അങ്ങനെ ട്രാപ്പിലാക്കിയ ആളുകൾ ഒരുപാട് പേരുണ്ട്. ഈ LGBTQIA+, അതായത് ഇനിയും നമ്മൾ ഒരുപാട് ഐഡൻറ്റിറ്റീസിനെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ശാസ്ത്രം മുന്നോട്ട് പോകും തോറും നമുക്ക് അത്തരത്തിലൊക്കെ തിരിച്ചറിവുകൾ വരും. പക്ഷേ നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ പോലും സമൂഹത്തിൽ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം അങ്ങനെ ഒരു റെസ്പോൺസ് അല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഡിസ്ക്രിമിനേഷൻസൊക്കെ മാറി വരുന്നൊരു ആഗ്രഹം നമുക്കുള്ളപ്പോഴും ഇതൊക്കെ സാധ്യമാവുന്നതിന് കുറച്ചുകൂടെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ചില സിലബസിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് പോകുമ്പോഴും കൃത്യമായിട്ട് അതൊക്കെ പ്രതിഫലിക്കുന്നുണ്ടോ? ഇതിനുള്ള അവബോധം ആൾക്കാർക്ക് നമ്മളിപ്പോൾ സ്കൂളുകളിലൊക്കെ ആയാലും അല്ലെങ്കിൽ കോളേജിലൊക്കെ ആയാലും നമ്മൾ അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും കുറെ ആൾക്കാർ അത് കേൾക്കാൻ തയ്യാറാവാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. തെറ്റിദ്ധാരണ പരത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എങ്ങനെയാണ്, അങ്ങനെയാണ്, ഞാനും നാളെ ഒരു ട്രാൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാനും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് സ്ത്രീകളുടെ ബാത്റൂമിൽ കയറട്ടെ, അല്ലെങ്കിൽ ഞാൻ അവിടെ കയറട്ടെ, സ്ത്രീകളിരിക്കുന്ന അവിടെ പോട്ടെ, അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. ഒരു ട്രാൻസ് വുമൺ ഒരിക്കലും ഒരിടത്ത് പോയിട്ട് ഒരു സ്ത്രീയുടെ ഇത് ആസ്വദിക്കുകയോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് അത് ആസ്വദിക്കാനൊന്നും പോവില്ല. നമ്മളെപ്പോഴും കംഫർട്ടബിൾ ആവുന്നതും സ്ത്രീകൾക്കിടയിലാണ്. നമ്മളൊരു കംഫർട്ടബിൾ ആണ്, നമ്മളിവിടെ സേഫ് ആണ് എന്ന് കരുതുന്നത്. നമ്മളിപ്പോൾ ഒരു ബസ്സിലാണെങ്കിലും ഒരു ട്രെയിനിലാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ അടുത്ത് വന്നിരിക്കാൻ തയ്യാറാവുന്ന സ്ത്രീകളാണ്. ട്രാൻസ് ആണെന്ന് അറിഞ്ഞിട്ട് വന്നിരിക്കാൻ തയ്യാറാവുന്നത്. എൻ്റെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് സ്ത്രീകളാണ് മെസ്സേജ് അയക്കുന്നത്, കമന്റ് ചെയ്യുന്നത് റിയൽ അക്കൗണ്ടിൽ നിന്ന് തന്നെ. ഒരു പുരുഷനാണ് വന്നൊരു കമന്റ് ചെയ്യുന്നതെങ്കിൽ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമന്റ് ഇടാനാണ് ധൈര്യപ്പെടുന്നത്. നമ്മൾ ആൾക്കാരെ സഹകരിക്കാനോ കേൾക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ, ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഞാനൊരു ട്രാൻസ് വുമൺ ആണ്. എൻ്റെ വീട്ടിലുള്ളവർക്ക് ട്രാൻസ് വുമണിനെ കുറിച്ച് അവയർനെസ് ഉണ്ടെന്ന് ഞാനൊരിക്കലും കരുതുന്നില്ല. അത് സാരി ഉടുത്തത് നടക്കുന്നു. ചിലപ്പോൾ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ അനിയനോ അതിനെക്കുറിച്ച് ചെറിയൊരു അവയർനെസ് ഉണ്ടാവും. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ഡ്രസ്സ് മാറാറുണ്ട്. അപ്പോൾ എന്തായാലും അമ്മയ്ക്കറിയാം ഞാൻ അത്രയും ഇത് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് അത്രയും സർജറി ചെയ്തു. ഞാൻ എൻ്റെ ശരീരവും മനസ്സും ഒക്കെ ഒരു പെണ്ണായിട്ട് സ്ത്രീയായിട്ട് പാകപ്പെട്ട് കഴിഞ്ഞു എന്ന്. അപ്പം ഞാൻ ഈ സ്ത്രീയായിട്ട് പാകപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും, സ്ത്രീയോ എവിടെ, സ്ത്രീ എവിടെയാ, അവർക്ക് പ്രസവിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ പറ്റുമോ? അങ്ങനെയാണ് ആളുകൾ കരുതണ. അങ്ങനെയാണ്. ഒരു സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര പ്രസവിച്ച് 10 കുട്ടികളെ പ്രസവിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. മാനസികമായിട്ട് നമ്മളൊരു സ്ത്രീ ആണെന്ന് സങ്കല്പിച്ച് ജീവിക്കുന്ന മനുഷ്യര്. എൻ്റെ പാർട്ട്ണറോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്നെ നിങ്ങൾ പരിപൂർണമായിട്ടുള്ളൊരു സ്ത്രീ ആയിട്ടല്ല കാണേണ്ടത്, എന്നെ നിങ്ങൾ ട്രാൻസ് വുമൺ ആയിട്ടാണ് കാണേണ്ടത്. ഐ എം എ ട്രാൻസ് പേഴ്സൺ.
എന്നെ അങ്ങനെ കാണാവൂ. ഒരു ട്രാൻസ് വുമൺ നിന്ന് പ്രതീക്ഷിക്കുന്നതേ പ്രതീക്ഷിക്കാവൂ. കാരണം ഞാനൊരു പരിപൂർണത എത്തിയ ഒരു സ്ത്രീയാണെന്ന് കരുതിയിട്ട് നിങ്ങൾ എന്നെ സമീപിക്കരുത്. ഞാനൊരു എൻ്റെതായ പരിമിതികൾ എനിക്കുണ്ട്. ആ ഒരു പരിമിതികളിൽ മാത്രമേ എനിക്ക് എന്ത് കാര്യവും ഇപ്പം സംസാരത്തിലായാലും എൻ്റെ പ്രവൃത്തിയിലായാലും ഒക്കെ ഞാൻ ഒരു ട്രാൻസ് വുമൺ ചെയ്യുന്ന പോലെ ആയിരിക്കുള്ളൂ. പല ആൾക്കാരും പറയും, നടക്കുന്ന കാണുമ്പോൾ പെണ്ണെന്നാണ് വിചാരിക്കുന്നത്, കണ്ടാൽ തന്നെ അറിയാം ആണാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്. അത് മെൻ്റലി നമ്മളെ വേദനിപ്പിക്കാനാണെങ്കിലും അവർ ഇപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ഒരു നെഗറ്റീവ് കമൻസ് ഒക്കെ കാണുമ്പോൾ പണ്ടൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ടൊക്കെ ഇട്ട് അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാറുണ്ട്. അപ്പം ഞാനൊന്നും കാര്യമാക്കാറേ ഇല്ല. നമ്മളെ ജീവിതം ജീവിക്കുന്നു, അവരവരുടെ ജീവിതം ജീവിക്കുന്നു. ഇടയ്ക്ക് സീമ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു മീറ്റ് വിടുകയാണെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കേണ്ടി വരുമെന്ന് പറയും പോലെ തൊഴിലെടുത്ത് ചൂഷണം നേരിട്ടു എന്ന് പറഞ്ഞത്. അപ്പോൾ മിമിക്രി ആർട്ടിസ്റ്റുകളോടൊപ്പം വർക്ക് ചെയ്യുമ്പോഴും അവരുടെയൊക്കെ പെരുമാറ്റം ആ തരത്തിലായിരുന്നു എന്നുള്ളത് സീമ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത്രയും വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ ആ ഘട്ടത്തിൽ എത്തിയപ്പോഴും ഉണ്ടായിരുന്നു എന്ന് വേണം അങ്ങനെ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും. ഞാൻ ഒരിക്കൽ ഒരു ഗ്രൂപ്പിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് എനിക്ക് ബാത്റൂം കിട്ടുക. അപ്പം എനിക്ക് ഒരുപാട് സമയം വേണം ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാനായിട്ട്. കുറച്ച് ഒരു 45 മിനിറ്റ്സ് എങ്കിലും വേണം. അപ്പം അന്ന് നമ്മളെ ലേസർ ട്രീറ്റ്മെൻറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എടുക്കാത്ത സമയമാണ്. അപ്പോൾ എനിക്ക് ഹെയർ ഒക്കെ വാക്സ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് സമയം എടുക്കണം. അങ്ങനെയൊക്കെ പോയ സമയത്ത് ഞാൻ ഫ്രഷ് ആയിട്ട് വരുന്ന സമയത്ത് എന്നെ അവർ ബസ്സിലിട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ ഞാൻ പറഞ്ഞു, എനിക്ക് കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള പോലെ അങ്ങനെ ആൾക്കാർ ഇങ്ങനെ വഴിയെ പോകുമ്പോൾ നീ ആണാണോ പെണ്ണാണോ എന്നുള്ള ഇതിൽ പറയും പോലെ എന്നെ ആ ബസ്സിലിട്ടിട്ട് 2 പേരെന്നെ ഇത്രയും ആൾക്കാരുണ്ടായിരുന്ന ബസ്സിലിട്ടിട്ട് നീ ആണാണോ പെണ്ണാണോ, ഇത്രയും നേരം നിനക്ക് കുളിക്കാനും ഇത് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിനക്ക് എന്താ ഇത്ര സമയം എന്ന് പറഞ്ഞിട്ട് എന്നെ വളരെ മോശമായിട്ട് എൻ്റെ ദേഹത്തൊക്കെ അവർ കയറി പിടിക്കുകയും എൻ്റെ ഡ്രസ്സ് അഴിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പോലീസിൽ വിളിച്ചു. കോട്ടയത്ത് വെച്ചിട്ടാണ് നടക്കുന്ന സംഭവം. പോലീസിൽ വിളിച്ചു, പോലീസ് വന്നു. കംപ്ലീറ്റ് ഗ്രൂപ്പ് അടക്കം എനിക്കതിൽ ഒരു എന്താ പറയുക, ഇന്നും എനിക്കതിൽ ഒരു വേദനയും തോന്നിയിട്ടില്ല. അത്ര ആൾക്കാരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചോളൂ. 10-30ഓളം മനുഷ്യരെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക്, കാരണം കണ്ടു നിന്നവരും ഉണ്ടല്ലോ. നമ്മൾ ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് തെറ്റ് ചെയ്യരുത് എന്ന് ഒരു 10 പേര് അവിടെ ഉണ്ടെങ്കിൽ 8 പേരും പറയാൻ തയ്യാറാവണം. ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ ചിലപ്പോൾ പറയില്ലായിരിക്കും, പക്ഷെ 8 പേരും ആ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് കണ്ടു നിൽക്കുമ്പോൾ. നമ്മൾ അവരെ വാക്കാലും അല്ലെങ്കിൽ പറയാതെയും നമ്മൾ നോക്കി നിന്ന് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അവരാ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ ഈ 2 പേര് ചെയ്തത് ഈ 28 പേരും കണ്ട് ആസ്വദിച്ചു. സ്ത്രീകളായിട്ടുള്ളവരും പുരുഷന്മാരായിട്ടുള്ളവരും ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പൊ അവരത് ആസ്വദിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയത് അവരും അർഹരാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറാനായിട്ട്. പ്രശ്നം ഞാൻ പോലീസ് സ്റ്റേഷൻ വഴി അത് ഹാൻഡിൽ ചെയ്തു. മാപ്പ് പറയിച്ചു, എല്ലാവരെയും കൊണ്ട് മാപ്പ് പറയിച്ചു. ആ പോലീസുകാർ വളരെയധികം സപ്പോർട്ടായിരുന്നു. അങ്ങനെയാണ് ആ പ്രശ്നം സോൾവ് ചെയ്യുന്നത്. ഈ സൗഹൃദങ്ങളൊക്കെ മനസ്സിൽ ചേർത്ത് നടക്കുന്ന ഒരാളാണ് സീമ. എങ്ങനെയാണ് അതിനെ ഒരു എന്താ പറയുക, നമുക്കൊരു മുൻപോട്ട് പോക്കിനുള്ള ഊർജമായിട്ട് കാണാൻ പറ്റുന്നത്? ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് മനസ്സിൽ ചേർത്ത് വെക്കണേ? എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ മനുഷ്യരും ഞാൻ ഓർക്കാറുണ്ട്. പക്ഷെ അവരൊക്കെ ഓർക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ മോശ സമയത്ത് കൂടെ നിന്നവർ, അല്ലാതെ നല്ല സമയത്ത് ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. പക്ഷേ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് എന്നെ യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് വന്ന് കൂട്ടുകൂടുക, നമ്മളോടൊപ്പം ഇരിക്കുക, നമ്മളോടൊപ്പം അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായി എന്ന് കാണുമ്പോഴത്തേക്കും നമ്മളെ വളരെയധികം മോശമായിട്ട് പറയുക, നമ്മളെ സൗഹൃദത്തിൻ്റെ ഒരു വില തരാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ആരും അങ്ങനെ ഒരിക്കലും എന്താ പറയുക, ഒരു രാത്രിയിൽ എന്തോ ഒരു ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ അമ്മയെ വിളിക്കുകയാണ്. എനിക്ക് ആരോടെങ്കിലും എൻ്റെ ഒരു വിഷമം പറയണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഹോർമോൺസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്, മൂഡ് സ്വിങ്സ് ഒക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാവും. അപ്പോൾ ഒരു രാത്രിയിൽ ഇങ്ങനെ അമ്മയെ വിളിക്കുകയാണ്. അമ്മയെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാണ്, ഞാൻ അമ്മയോട് ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു രാത്രി ഒരു 1-1.5 സമയം ആയിട്ടുണ്ടായിരിക്കും. ആ സമയത്താണ് ഞാൻ വിളിച്ചു ചോദിക്കുന്നത്, എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന മറുപടി അങ്ങനെയല്ല. ഞാൻ പ്രതീക്ഷിക്കുന്ന നിനക്ക് എന്താ ഈ നേരത്ത് ഇങ്ങനെ വിളിച്ച് ചോദിക്കാൻ തോന്നിയത്, അങ്ങനെ തോന്നാൻ എന്താ കാരണം, അല്ലെങ്കിൽ
നീ ഇതൊന്നും ചിന്തിക്കാതെ എപ്പോഴും ഉണ്ടാവില്ലേ കൂടെ, നിനക്ക് എന്താ വിഷമം, നീ ഇപ്പം ചോദിക്കാൻ എന്താ കാരണം എന്നൊക്കെയാണ് ഞാൻ കരുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തിരിച്ചു കിട്ടിയത് 4 ചീത്ത പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് എന്താ വട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയതാണ്, നമ്മൾ ആ ഒരു നേരത്ത് ഒരു 1:30 മണി ആയപ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ടെന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന അവർക്ക് എന്തോ വിഷമം ഉള്ളതുകൊണ്ടാണ്, അല്ലേ, എന്തോ വിഷമം ഉള്ളതുകൊണ്ടാണ്. ഞാൻ അത്രയും ഒരു മാനസികമായിട്ട് അത്രയും ഒരു ഡിപ്രഷനിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ സൂസൈഡ് ചെയ്തേക്കാം. ആ ഒരു സമയത്താണ് ഞാൻ വിളിക്കുന്നത്. ആ വിളിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ റെസ്പോണ്ട് അങ്ങനെയാണ്. ചിലപ്പോൾ അമ്മ, നമുക്ക് പറയാൻ പറ്റില്ല, 2 വശം നമ്മൾ നോക്കണം. രണ്ടുപേരുടെ മൂഡ് എങ്ങനെയാണ്. ചിലപ്പോൾ അമ്മയുടെ മൂഡ് ചിലപ്പം വളരെ ഇതായിട്ട് ഇരിക്കാം. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര, എനിക്ക് വിളിച്ച് തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നി. കാരണം എനിക്ക് അങ്ങനെ ആരും അങ്ങനെ സ്നേഹിക്കുന്നുണ്ടാവില്ല എന്ന് തോന്നിയ സമയത്താണ് ഞാൻ അങ്ങനെ വിളിച്ചത്. പക്ഷേ തിരിച്ചു കിട്ടിയ റെസ്പോണ്ട് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ അതിനുശേഷം നിർത്തി ആരോടും ചോദിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. ആ ഒരു സംഭവമേ നിർത്തി. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നല്ലപോലെ ഞാൻ എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ സെൽഫ് ലവ്, നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞൊക്കെ ഇടുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ചോദിക്കും, അതെന്താ നീ നിന്നെയാണോ സ്നേഹിക്കുന്നത്, അപ്പം എന്നോട് ഒരു ഇതില്ലേ? അങ്ങനെയല്ല, ഞാൻ പറയും നിങ്ങളുടെ അടുത്ത് നിങ്ങളുടേതായ സ്നേഹം എനിക്കുണ്ട്, പക്ഷേ അതിനെന്തോ ഒരു പൊടി കൂടുതൽ എനിക്ക് എന്നോട് സ്നേഹമുണ്ട്. നിങ്ങളുടെ ആ ചോദ്യം എനിക്ക് മനസ്സിലായിട്ടോ. അത് നമ്മളൊക്കെ ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ചില ചോദ്യമാണ്. ഭയങ്കര, എനിക്കത് ഭയങ്കര ഫീലായിരുന്നു അന്നേരം. എനിക്ക് ഇങ്ങനെ ആരെങ്കിലും ഒരു ചേർത്ത് പിടിക്കൽ വേണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആ സമയത്താണ് ഞാൻ വിളിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിനെയും വിളിച്ചു, അമ്മയും വിളിച്ചു. ഫ്രണ്ട് ഭയങ്കര കൂളായിട്ട് അതിനെ കൈകാര്യം ചെയ്തു. നീ ഓക്കെ അല്ലേ, അതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ എനിക്ക് ആദ്യം വിളിക്കാൻ തോന്നി അമ്മേനെ വിളിക്കാൻ തോന്നിയത് ആ സമയത്ത് ഇങ്ങനെ. അപ്പോൾ പക്ഷെ എനിക്കിങ്ങനെ അങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അമ്മയുടെ അടുത്തുനിന്ന് എനിക്ക്, ഞാൻ ഈ അടുത്ത് തന്നെ ആരുടെയോ കണ്ട്, ഏതോ ഒരു ഇൻഫ്ലുവൻസറിന്റെ ഒരു വീഡിയോ കണ്ടപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു, അവരെ സ്നേഹിക്കുന്ന 2 മക്കളെയും 2 തട്ടിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, പലവട്ടം തോന്നിയിട്ടുണ്ട് അങ്ങനെ. ഞാൻ എന്തും ഇങ്ങനെ ഓപ്പണായിട്ട് പറയും. അതെൻ്റെ ഏറ്റവും ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ വർണ്ണിച്ച് ഇങ്ങനെ സുഖിപ്പിച്ച് ഇങ്ങനെ പറയുന്നതിനപ്പുറം എനിക്കിഷ്ടമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ പറയും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ ഓപ്പണായിട്ട് പറയുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പരിഗണന കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോഴും. അമ്മയെ വിളിച്ചിട്ട് പിന്നെ അമ്മയുടെ മറുപടി കേട്ടപ്പോൾ തന്നെ അപ്പം തന്നെ ഞാൻ ഓക്കെ ആയി. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് അതൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. അയ്യോ ശരിക്കും എത്രയൊക്കെ എവിടെ നിന്നൊക്കെ സ്നേഹം കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര ട്രാൻസ്പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് തികയാത്ത പോലെ തോന്നും. നമ്മൾ മറ്റൊരാൾ അത്രയും നമ്മളെ സ്നേഹിക്കാത്ത പോലെ തോന്നും. കാരണം ഒരു സമയം നമ്മൾ അത്രയും സ്നേഹം കിട്ടാണ്ട് അലഞ്ഞ മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്നേഹം കിട്ടുന്ന പോരാ എന്ന് തോന്നും. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് അമ്മ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കണമെന്നും എൻ്റെ ബ്രദറിന് കിട്ടാത്ത ഒരു കിട്ടുന്നതിൻ്റെ കുറച്ച് പരിഗണന കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിപ്പോൾ ചില ആൾക്കാർ അച്ഛൻ്റെ വീഡിയോ ഷെയർ ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം എൻ്റെ അച്ഛൻ്റെ അടുത്തുനിന്ന് നല്ലൊരു വാക്കോ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കലോ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു നല്ലൊരു പാരൻറ്റിങ് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ലൈഫിൽ എനിക്ക് കിട്ടാത്തൊരു സാധനം അതാണ്. പക്ഷെ ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം പുള്ളിക്ക് അച്ഛനും അമ്മയുണ്ട്. അവർ നന്നായിട്ട് എന്താ പറയുക, നന്നായിട്ട് എനിക്ക് നോക്കാൻ കഴിയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്നെയും കൂടെ കരയിപ്പിക്കാൻ. അല്ല, തികച്ചും എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതാണ്. എന്തൊക്കെ നമ്മൾ കിട്ടിയെന്ന് പറഞ്ഞാലും എന്തൊക്കെ നമ്മൾ നേടിയെന്ന് പറഞ്ഞാലും നമ്മളൊരു കാലത്ത് കിട്ടേണ്ട ഒരു ചെറുതിലെ തന്നെ ഞാനൊരു 3ാം ക്ലാസ് വരെ പഠിച്ച സമയത്ത് അച്ഛൻ്റെ അടുത്തും അച്ഛൻ്റെ അമ്മയുടെ അടുത്തുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ
അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റില്ല. സോറി. ഇറ്റ്സ് ഓക്കെ. കൂളായിട്ട് നമുക്ക് കൂളായിട്ട് സംസാരിക്കാം. ഞാനൊരു 3ാം ക്ലാസ് വരെ എൻ്റെ അച്ഛൻ്റെ അടുത്തും അച്ഛൻ്റെ അമ്മയുടെ അടുത്തോ, അപ്പോഴെനിക്ക് അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ നിൽക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് അവിടെ അച്ഛൻ്റെ പെങ്ങളുടെ കല്യാണം ആ സമയത്തായിരുന്നു. അപ്പോഴാണ് അവർക്ക് നോക്കാൻ പറ്റാണ്ടായിട്ട് ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ആകെ ഒരു 3 വർഷമേ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്നിട്ടുള്ളൂ. 7ാം ക്ലാസ്സിൽ ആയ സമയത്ത് അവർ സെപ്പറേറ്റ് ആയി. അപ്പോൾ ഞാൻ അവിടെ കാണുന്നത് ഭയങ്കര അടിയും വഴക്കും ഒക്കെയാണ് കാണുന്നത്. അച്ഛൻ ഡെയിലി കുടിച്ചോണ്ട് വരിക, അമ്മ അടിക്കുക, അമ്മയുടെ മുടിക്ക് ചുറ്റി പിടിക്കുക, ഭയങ്കര ആ ഒരു കുട്ടിക്കാലാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഭയങ്കര പേടിപ്പെടുത്തുന്ന, അച്ഛനും അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര പേടിയായിരുന്നു ഉള്ളിൽ. അമ്മയാണെങ്കിലും അച്ഛൻ തലേദിവസം വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കുന്ന ആ ഒരു ഇതും ഇതൊക്കെ വെച്ചിട്ട് അമ്മ പിറ്റേ ദിവസം നമ്മളോട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അമ്മയും മെന്റലി ഓക്കെ അല്ല, അത് നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രായവും ഇല്ല, നമ്മൾ ചെറുതല്ലേ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അന്ന് അങ്ങനെ അമ്മ നമ്മളോട് ബിഹേവ് ചെയ്തത് അച്ഛൻ ഇങ്ങനെ തലേദിവസം അങ്ങനെ ബിഹേവ് ചെയ്തുകൊണ്ടായിരിക്കും, അങ്ങനെ അമ്മയോട് പെരുമാറിയോണ്ടായിരിക്കും, ആ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ ആയിരിക്കും നമ്മളോട് തീർത്തിട്ടുണ്ടാവുക എന്നൊക്കെ ഉള്ളൊരു ഇതെനിക്ക് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു അച്ഛൻ്റെ അമ്മയുടെ ഒരു കെയറിങ് കിട്ടാത്ത എനിക്ക് ഭയങ്കര ഒരു, പക്ഷെ ഇപ്പോൾ അമ്മ ഓക്കെ ആണ്, ഭയങ്കര ഇടയ്ക്ക് വരാറുണ്ട്, എനിക്കിഷ്ടമുള്ളതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്, ഞാൻ പോകുമ്പോഴൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്നാലും എന്തോ ഒന്ന് അമ്മ എനിക്ക് തരാൻ കുറയ്ക്കുന്നില്ലേന്ന്. അതായിരിക്കും നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതല്ലേ, മറ്റൊരിടത്തൊക്കെ തേടുന്നത് ആ ഒരു സ്നേഹത്തിന്റെ ലാക്കായിരിക്കും. അതെനിക്ക് തരുന്നത് അതിൻ്റെ അളവ് എനിക്കെന്തോ ഫുഡൊക്കെ തരുന്നുണ്ട്, എനിക്കിഷ്ടമുള്ള എല്ലാം ഞാൻ ചിലപ്പോൾ പോകുമ്പോൾ പറയും ഇന്നത് വേണമെന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. പക്ഷെ സ്നേഹം വിളമ്പുമ്പം അമ്മ ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വിളമ്പുന്നുണ്ടോ എന്നൊക്കെ ഡൗട്ട്. ചിലപ്പോൾ ഡൗട്ടായിരിക്കും. ഈ ശരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ഇപ്പോൾ പാർട്ട്ണറോ ആയിട്ട് വരുന്നവരോ ഇല്ലെങ്കിൽ ലവേഴ്സായിട്ട് നമ്മുടെ കൂടെ വരുന്നവരോ ഒക്കെ ഈ സീമയെ ശരിക്കും അഡ്രസ്സ് ചെയ്യാറുണ്ടോ? ഇങ്ങനെ ഒരു സ്നേഹത്തിന്റെ ലാക്ക് അനുഭവിക്കുന്ന ഒരു സീമയെ ശരിക്കും അഡ്രസ്സ് ചെയ്യാറുണ്ടോ? ഞാന് പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന ഒരാളാണ്, പുള്ളിയും പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന ഒരാളാണ്. ലാസ്റ്റ് നമ്മൾ വഴക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം ഇങ്ങനെ പറയും, നീ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഉള്ളിൽ നീ പാവാണെന്നറിയാം. അങ്ങനെ പറഞ്ഞാണ് എന്നെ പുള്ളി വീഴ്ത്തുന്നത്. അത് പറയും നീ ഇതാണെന്ന് അറിയാം, പക്ഷെ നീ ഇങ്ങനെ പൊട്ടിത്തെറിയാം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ ആയിട്ടും ആ ഒരു ഇത് പുള്ളി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ പുള്ളിയും ഭയങ്കര ഒറ്റ മോനാണ് എങ്കിലും ഒക്കെ ഭയങ്കര ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് സ്നേഹം എന്താന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം. അതാണ് നന്നായിട്ട് പോവാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ രണ്ടാളും ഒരുപാട് സ്നേഹമൊന്നും കിട്ടാണ്ട് ഒരുപാട് ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഒരുപാട് കെയറിങ് ഇഷ്ടപ്പെടുന്നതും സ്നേഹം ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് നമ്മൾ സ്നേഹം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സ്നേഹം ഉണ്ടാവണം എപ്പോഴും, എപ്പോഴും നമ്മുടെ ഓരോ മൊമെന്റിലും ഇങ്ങനെ നമ്മൾ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ചില സമയം ഞാൻ ഈ ബിസി ആയിരിക്കുന്ന സമയം ഇന്ന് എന്നെ വളരെയധികം ഓട്ടത്തിനിടയിലാണ് നമ്മളെ ഈ കണ്ടുമുട്ടല്. ആ ഒരു സമയത്ത് തന്നെയും എനിക്ക് ആ ഒരു എന്താ പറയാ, നമ്മൾ ആ ഒരു സ്നേഹത്തിന്റെ ഒരു ചെറിയൊരു പരിഗണന കൊടുക്കാൻ എവിടെയോ ഞാൻ ഇന്ന് മിസ്സായിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഓട്ടത്തിന്റെ ഇടയിലാണ്. പക്ഷെ പുള്ളി അവിടെ എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞങ്ങള് രാത്രിയിലാണ്, കാരണം പുള്ളിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പൊ രാത്രിയിലാണ് സംസാരിക്കാനുള്ള സമയം ഞങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവാറ്. കാരണം പകല് പുള്ളി നല്ല ഉറക്കമായിരിക്കും, പകല് ഞാൻ കംപ്ലീറ്റ് ഞാനും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ തിരക്കായിരിക്കും. അപ്പൊ ആ സമയം വർക്കുള്ള സമയം ഒട്ടും എനിക്ക് സംസാരിക്കാനും പറ്റില്ല. അപ്പൊ ആ ഒരു മിസ്സിങ് ഭയങ്കര പരിഭവമാണ് പുള്ളിക്ക്. ആണ്. അപ്പൊ ഭയങ്കര ഒരു പരിഭവമാണ്. അതിപ്പോ എനിക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. എൻ്റെ ഒരു സമയത്ത് ആ സ്നേഹം കിട്ടണം എന്ന് ഞങ്ങൾ രണ്ടാളും ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ബോണ്ടിങ് ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഈ സ്നേഹം കിട്ടാത്തത് കൊണ്ട് തന്നെ സീമയ്ക്ക് കൂടുതൽ കൊടുക്കാനുള്ളൊരു ആവേശം ഉണ്ടാവുമല്ലോ. നമുക്ക് കിട്ടാത്തൊരു സാധനം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഭയങ്കര
വാശി കാണിക്കും നമ്മള്. തീർച്ചയായിട്ടും. അപ്പോ ചില സമയം നമ്മൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പം അത്ര ഇത് കാണിക്കുമ്പോഴത്തേക്ക് പുള്ളി ശരിക്കും അതിന്റെ അഭിനയമാണോ എന്ന് വിചാരിക്കാറുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന അങ്ങനെ ഒരു അഭിനയം ആണോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഇത്ര ഇതായിട്ട് ഞാൻ വളരെയധികം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ്. അത് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ബർത്ത്ഡേ ആയാലും അല്ലെങ്കിൽ വേറൊരു കാര്യമായാലും വേറൊരു ഇവന്റ് ആയാലും ലൈഫിലുണ്ടാവുന്ന ഒരു ഇവന്റ് ആണെങ്കിലും പിന്നെ നമ്മുടെ ലൈഫിൽ അത് ഉണ്ടാവില്ല. അപ്പൊ അതിൽ മാക്സിമം സന്തോഷിക്കണമെന്നുള്ളതാണ്. പിന്നെ ആ മൊമെന്റ് ഒരിക്കലും ഉണ്ടാവില്ല. അത് ഇപ്പൊ കുറെ കാലമായിട്ടാണ് എനിക്ക് അങ്ങനെ, അല്ലെങ്കിൽ മുമ്പ് ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് നമ്മളെ ലൈഫിൽ കടന്നു പോകുന്ന ഓരോ മൊമെന്റും, ഇനി ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവണമെന്നില്ല, ഈ മൊമെന്റ് ഞാൻ എൻജോയ് ചെയ്യുന്നു. നല്ലൊരു മൊമെന്റ് ആണ്. നമ്മൾ സംസാരിച്ചു, കുറെ ഓപ്പൺ അപ്പ് ആവാൻ പറ്റി. അപ്പൊ ആ ഒരു മൊമെന്റ് ചിലപ്പോൾ ഇനി ഉണ്ടാവില്ല. അത്രയും നമ്മൾ എന്താ പറയുക, കൂളായിരിക്കുക, നമ്മൾ അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു വീർപ്പ് മുട്ടലിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ ഐഡന്റിറ്റി ഒന്ന് തുറന്നു പറയാൻ, അവർ സ്വതന്ത്രമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഭൂമി എല്ലാവർക്കും ഉള്ളതല്ലേ. ഇപ്പോൾ നിങ്ങൾക്കുള്ള പോലെ അല്ലാണ് എനിക്കും മറ്റുള്ള മനുഷ്യർക്കും ഒക്കെ ഉള്ളത്. അപ്പോൾ അവർക്കും അവരുടേതായ സ്പേസുകളുണ്ട്. ആ സ്പേസിനെ നമ്മൾ കവർന്നെടുക്കാതെ അവർ വേണ്ട ജീവിത രീതി അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇത് അവർ നേടിയെടുത്തോളും. പക്ഷെ അതിന് തടസ്സമാവരുത്, ബുദ്ധിമുട്ടിക്കരുത് മനുഷ്യരെ. കുറെ കൂടെ അങ്ങനെ പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം ഉണ്ടായി വരട്ടെ. തീർച്ചയായിട്ടും. വിവാഹത്തിന്റെ ഡേറ്റ് അറിയിക്കുക. തീർച്ചയായിട്ടും. ഞാൻ വിളിക്കും കല്യാണം. സന്തോഷമുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.